കഥ തുടരുന്നു. ചടയമംഗലം സ്റ്റേറ്റ് ഹൈവേയിൽ വാഹനങ്ങൾ കുറവായിരുന്നു. സൂപ്പർഫാസ്റ്റ് ബസ്സുകളും ചരക്ക് ലോറികളും റോഡ് വലിച്ചു കീറുന്ന ഒച്ചയിൽ പാഞ്ഞുപോയി. ശശാങ്കന്റെ റേഞ്ച് റോവറും TUVയും പോലീസ് സ്റ്റേഷൻ കടന്നതും ഇടത്തേക്ക് തിരിഞ്ഞ് ചെരിഞ്ഞ റോഡിലേക്ക് ഇറങ്ങി. ശശാങ്കൻ തന്റെ സെൽഫോൺ തുറന്ന് മെമ്മറി കാർഡും സിം കാർഡും കടിച്ചു ചുളുക്കി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ ചെയ്തേക്കാൻ തമ്പിക്ക് നിർദ്ദേശം നൽകി. 5 മിനിറ്റ് നേരത്തെ യാത്ര. റബ്ബർ തോട്ടത്തിനോട് ചേർന്ന് വലതുവശത്തുള്ള ഒരു ഇരുനില കെട്ടിടത്തിന് മുന്നിൽ വണ്ടികൾ ബ്രേക്കിട്ടു. പരിസരം ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഇറങ്ങി. നിങ്ങൾ വണ്ടികൾ തിരിച്ച് കുറച്ച് മുന്നോട്ട് നീക്കിയിട്ടോ, തമ്പി ഡ്രൈവർമാരോട് പറഞ്ഞു. എൻജിൻ ഓഫ് ചെയ്യണ്ട. ഗേറ്റ് അകത്ത് നിന്ന് പൂട്ടിയ നിലയിലാണ്. ശശാങ്കനും തമ്പിയും ഗുണ്ടകളും അടക്കം അതിൽ ചവിട്ടിക്കയറി അപ്പുറം കടന്നു. വീടിന് പുറത്ത് ലൈറ്റുകൾ തെളിഞ്ഞിരുന്നില്ല. ഗുണ്ടകളോട് ജാഗ്രതയായി നിൽക്കാൻ സൂചന നൽകിയിട്ട് തമ്പി സിറ്റൗട്ടിൽ കയറി കോളിംഗ് ബെൽ അമർത്തി. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സിറ്റൗട്ടിൽ ലൈറ്റ് തെളിഞ്ഞു. ഗുണ്ടകൾ ആയുധങ്ങളിൽ പിടിമുറുക്കി. തമ്പി ഒരു വടിവാൾ വലിച്ചെടുത്ത് ഓങ്ങിക്കൊണ്ട് മുന്നോട്ട് ആഞ്ഞു നിന്നു. വാതിൽ തുറന്നത് ആരായാലും വെട്ടാൻ. അടുത്ത നിമിഷം വാതിലിന്റെ ലോക്കെടുക്കുന്ന ശബ്ദം. തമ്പി വാളിൽ ഒന്നുകൂടി പിടിമുറുക്കി. ഒപ്പം ശശാങ്കനെയും ഒന്ന് നോക്കി. അയാളും കണ്ണുകൊണ്ട് ഒരടയാളം നൽകി. പെട്ടെന്ന് മുറിക്കുള്ളിൽ ഇരുട്ടായതിനാൽ അകത്തെ നീക്കം കാണാനും പറ്റിയില്ല. തെന്നി നീങ്ങാൻ പോലെ അവസരം ലഭിക്കും മുമ്പ് തോക്കിൻ കുഴൽ തമ്പിയുടെ നെഞ്ചിൽ കുത്തി അമർത്തപ്പെട്ടു. ഒപ്പം ഇടിമുഴക്കം പോലെ ഒരു ശബ്ദം, ഡോണ്ട് മൂവ്. ആ സെക്കൻഡിൽ വാതിൽ പൂർണ്ണമായി തുറക്കപ്പെട്ടു. തോക്കുമായി നിന്നിരുന്ന ആൾ പുറത്തേക്ക് വന്നു. തമ്പിയും ശശാങ്കനും കിടുങ്ങി. CI ഇർഫാൻ മുഹമ്മദ്. തമ്പി തിരിഞ്ഞോടാൻ ഭാവിച്ചു. പക്ഷേ ഇർഫാന്റെ മുന്നറിയിപ്പ്, ഓടിയാൽ നീ മുറ്റത്തിനപ്പുറം കിടക്കില്ല, അറിയാമല്ലോ. പൊട്ടാസ് പിസ്റ്റൾ അല്ല ഇത്, ഡബിൾ ബാരല. ആനയുടെ മസ്തകം പോലും പിളർക്കാൻ കഴിയുന്നത്. നിന്റെ ശരീരം ചിതറിപ്പോകും. കാലിൽ ചങ്ങല വീണതുപോലെയായി തമ്പി. ഗുണ്ടകൾ പരസ്പരം നോക്കി. പെട്ടെന്ന് ഇരുളിൽ നിന്ന് സലിം മുഹമ്മദും സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ശശാങ്കന്റെ ചോരയോട്ടം കൂടി. തന്റെ മകനെ കൊന്നവൻ. ആ വാളിങ്ങു താടാ. സലിം തമ്പിക്ക് നേർക്ക് കൈ നീട്ടി. അയാൾ മടിച്ചു. അപ്പോൾ തോക്കിൻ കുഴൽ ഒന്നുകൂടി അമർത്തി ഇർഫാൻ. അതോടെ തമ്പി വാൾ നൽകി. മൂർച്ച പോരാ. നേരത്തെ ചിരിയോടെ സലിം മുഹമ്മദ് പറഞ്ഞു, തമ്പി, നിന്നെ ശശാങ്കനെ കൊല്ലാൻ തീരുമാനിച്ചതാ ഞങ്ങള്. പക്ഷേ ഇവിടെ വെച്ച് അത് ചെയ്താൽ ചടയമംഗലം സ്റ്റേഷനിൽ വരെ വെടിവെച്ച് കേട്ടേക്കും. 2 നായ്ക്കളെ കൊന്നതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനും കോടതിയും ഒന്നും കയറിയിറങ്ങാൻ എനിക്ക് നേരമില്ല, താല്പര്യവുമില്ല. തമ്പി അയാളെ തന്നെ രൂക്ഷമായി നോക്കി നിന്നു. സലീം മുഹമ്മദ് തുടർന്നു, നിന്റെ മോനെ ഞാൻ തന്നെയേ കൊന്നത്. അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ഈ വരവും. തൽക്കാലം നിന്നെയൊക്കെ പോലീസിൽ ഏൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനം. അവർ നിങ്ങളെ തിരയുകയുമാണല്ലോ. അയാൾ സെൽഫോൺ എടുത്ത് പകരി നീട്ടി. വിളിക്കട പോലീസിനെ. അവർ വന്ന് ആയുധങ്ങളടക്കം ഇവരെ പൊക്കട്ടെ. നമുക്ക് നേരെ വധശ്രമത്തിനു കൂടി അവർ കേസ് കൊടുത്തോളും. തങ്ങൾ കുരുങ്ങുമെന്ന് ശശാങ്കൻ ഉറപ്പായി. ഇർഫാൻ ഫോൺ കാതോട് അമർത്തുന്നത് അയാൾ കണ്ടു. ആ ക്ഷണം ശശാങ്കൻ പിന്നിൽ നിന്ന് തമ്പിയുടെ പുറത്ത് ഒറ്റ ചവിട്ട്. ഒറ്റ കൈയിൽ ഗൺ പിടിച്ചിരുന്ന ഇർഫാന് ആ തള്ളലിൽ ലക്ഷ്യം മാറി. അത് മതിയായിരുന്നു അവർക്ക്. ഓടിക്കോടാ പറഞ്ഞത് തമ്പി വെട്ടിത്തിരിഞ്ഞു പാഞ്ഞു. തൊട്ടു പിന്നാലെ മറ്റുള്ളവരും. ഇർഫാന് ചിരി വന്നു. തന്ത്രം ഫലിച്ചിരിക്കുന്നു. സലിം മുഹമ്മദ് പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. കണ്ണിൽ കുത്തിയാൽ അറിയാത്ത ഇരുട്ട്. ആരൊക്കെയോ ചെന്ന് ഗേറ്റിലടിക്കുകയും മറിഞ്ഞു വീഴുകയും ചെയ്യുന്ന ഒച്ച. പിന്നെ അതിൽ ചവിട്ടിക്കയറുന്നതിൻ്റെ കിലുക്കം. റോഡിലേക്ക് ചാടുന്നതിൻ്റെ ഒച്ചയും. ചെന്നവർ വാഹനങ്ങളിലേക്ക് ചാടിക്കയറി. ഏത് വണ്ടി എന്നൊന്നും ആരും നോക്കിയില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ ശശാങ്കന്റെ വണ്ടിയിൽ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 5 ആയി. വിട്ടോടാ, ശശാങ്കൻ അലറി. പിന്നെ TUVയുടെ വാതിൽ തുറന്നു പിടിച്ച നിലയിൽ തന്നെ അത് മുന്നോട്ട് നീങ്ങി. പുറകെ എത്തിയവർ അതിലേക്ക് ചാടിക്കയറിക്കൊണ്ടിരുന്നു. ഇർഫാൻ ഇരുളിൽ സലിമിന് നേരെ തിരിഞ്ഞു. പോലീസിനെ വിളിക്കുകയാണെന്ന് തന്നെ അവർ കരുതി, അല്ലേ ബാപ്പ? അതെ, അയാൾ ചിരിച്ചു. കുട്ടികളെന്തിയേ? ഞങ്ങളിവിടെയുണ്ട് സാർ. ഇരുളിൽ നിന്ന് ശബ്ദം കേട്ടു. ഇരുവരും അങ്ങോട്ട് നോക്കി. ഒരാളെ വലിച്ചു വെച്ച് കൊണ്ടുവരുന്നത് അവ്യക്തമായി കണ്ടു. ശശാങ്കനും സംഘവും മെയിൻ റോഡിലെത്തി വലത്തേക്ക് തിരിഞ്ഞു. തമ്പി എന്തിയടാ? ശശാങ്ക പെട്ടെന്ന് ഡ്രൈവറോട് തിരക്കി. അയാളും അപ്പോഴാണ് തമ്പിയുടെ കാര്യം ഓർക്കുന്നത്. പിന്നിലെ വണ്ടിയിൽ കാണും മുതലാളി. ഗേറ്റിൽ വെച്ച് കൂട്ടിയിൽ നടന്നപ്പോൾ പുറകിലായതാവും. ശശാങ്കൻ അസ്വസ്ഥനായി. നിന്റെ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കിക്കേ. ഡ്രൈവർ തൻ്റെ ഫോണിൽ നിന്ന് TUVയുടെ ഡ്രൈവർക്ക് കോൾ അയച്ചു. അത് നോക്കിക്കൊണ്ടിരുന്ന ശശാങ്കന് ശ്വാസഗതിയേറി. എന്താടാ? തമ്പി അതിലുമില്ല മുതലാളി. ശശാങ്കൻ നടുങ്ങി. വാഹനങ്ങൾ ചടയമംഗലം ടൗൺ പിന്നിട്ട് തൊട്ടടുത്ത വളവിലെത്തിയിരുന്നു. ഡ്രൈവർ റേഞ്ച് റോവറിന്റെ വേഗം കുറച്ചു. തിരിച്ചുപോയി നോക്കിയാലോ മുതലാളി? അത് വേണ്ട. പോലീസ് പിടിയിലായാൽ ഊരിപ്പോരാൻ ബുദ്ധിമുട്ടും. തമ്പിയെ അങ്ങനെ തൊടാൻ ഒരുത്തിന് കഴിയത്തില്ലടാ. അവൻ അവിടെ തന്നെ പതുങ്ങിയതാ. നമ്മളെല്ലാം അടങ്ങിയെന്ന് അവന്മാർ വിശ്വസിക്കുന്ന നേരത്തെ ആക്രമിക്കാൻ. പക മനസ്സിൽ കയറിപ്പോയാൽ വീട്ടാതെ മാറില്ല തമ്പി. പാമ്പിന്റെ സ്വഭാവമാ. അത് നേരാണെന്ന് ഡ്രൈവർക്കും അറിയാം. അയാൾ ആക്സിലേറ്ററിൽ കാൽ ആഞ്ഞമർത്തി. നമുക്ക് എങ്ങോട്ടാ മുതലാളി പോകേണ്ടത്? അത് തന്നെയാണ് ശശാങ്കനും ചിന്തിച്ചത്. വീട്ടിലേക്കോ ഹോട്ടലിലേക്കോ ക്രഷർ യൂണിറ്റിലേക്കോ പോയിക്കൂടാ. പിന്നെ എങ്ങോട്ട്? ആ നേരത്ത് സലിം മുഹമ്മദ് വീടിന്റെ സിറ്റൗട്ടിലെ ലൈറ്റ് തെളിച്ചു. മുറ്റത്ത് തമ്പിയെ ചവിട്ടിപ്പിടിച്ച് കൈക്കാലുകൾ കൂട്ടിക്കെട്ടി കഴിഞ്ഞിരുന്നു ധനുഷും ഋഷികേശും. വായ്ക്ക് പുറത്തു കൂടിയും സെല്ലോ ടൈപ്പ് ചുറ്റിക്കെട്ടി. ശശാങ്കന്റെയും മറ്റും വരവ് അവർ ഏതു നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു. വൈകിട്ട് ഇർഫാനും കൂടി എത്തിയപ്പോൾ പ്ലാനിങ്ങും പൂർത്തിയാക്കി. അവർ വന്നാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നതിനാൽ കാര്യം എളുപ്പമായി.
ആ സംഘം മുൻഭാഗത്തെ വാതിലിൽ മുട്ടിയപ്പോൾ ധനുഷും ഋഷികേശും പിൻവാതിൽ വഴി പുറത്തു കടന്ന് ഇരുളിൽ മുങ്ങി. അഥവാ ശശാങ്കന്റെയും മറ്റും ഭാഗത്തുനിന്ന് പ്രതീക്ഷയ്ക്കപ്പുറം ഒരാക്രമണം ഉണ്ടായാൽ പിന്നിലൂടെ അടിച്ചു കയറാനും അവർ തീരുമാനിച്ചിരുന്നു. ഗേറ്റിന് ഇരുവശത്തുമുള്ള വാഴകളുടെ നിഴലിൽ അവർ കാത്തുനിന്നു. വെളിച്ചത്തിൽ തമ്പിയെ നോക്കി വച്ചതിനാൽ ഇർഫാൻ മുഹമ്മദ് ലൈറ്റ് അണച്ചിട്ടും ആ രൂപം അവർക്ക് വ്യക്തമായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഗേറ്റ് ചാടിക്കിടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ തമ്പിക്കുമേൽ ചാടി വീണു. ശരീരങ്ങൾ കൂട്ടിമുട്ടിയപ്പോൾ അത് തങ്ങളുടെ ആളാണെന്നേ മറ്റുള്ളവർ കരുതിയുള്ളൂ. നിലവിളിക്കാനുള്ള അവസരം പോലും കൊടുക്കാതെ ധനുഷും ഋഷികേശും തമ്പിയുടെ കഴുത്തിലും കവിളിലും കുത്തിപ്പിടിക്കുകയും ചെയ്തിരുന്നു. സാർ, പെട്ടെന്ന് വണ്ടി കിട്ടിയാൽ ശശാങ്കന് മറ്റ് തിരച്ചിറങ്ങും മുമ്പ് ഇവനെ മാറ്റണം ഞങ്ങൾക്ക്. 2 മിനിറ്റ്. സലീം മുഹമ്മദ് ആർക്കോ കോൾ അയച്ചു. ടെമ്പോ വാനെത്തി. ഗേറ്റ് തുറന്ന് അവർ തമ്പിയെ അതിലേക്ക് വലിച്ചെറിഞ്ഞു. പാമ്പിനെ പോലെ പൊളയുന്നുണ്ടായിരുന്നു അയാൾ. സൂക്ഷിക്കണം, ഇർഫാൻ മുന്നറിയിപ്പ് നൽകി. ശരി സാർ. അവരും പിന്നിൽ കയറി ഡോർ അടച്ചു. ടെമ്പോ വാൻ പാഞ്ഞുപോയി. കൊട്ടേപ്പാറ ആയിരവല്ലി ശിവക്ഷേത്രത്തിൽ അന്ന് ഉത്സവമായിരുന്നു. റോഡിൽ അങ്ങിങ്ങു പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ. ആ പ്രദേശമാകെ മൈക്കിലൂടെ ഏതോ പുരാണ കഥയുടെ ബാലയിലെ അലർച്ചയും അട്ടഹാസങ്ങളും പ്രകമ്പനം കൊള്ളുകയാണ്. ടെമ്പോവാൻ ആ വഴി മെല്ലെ നീങ്ങി. ധനുഷും ഋഷികേശും പുറത്തേക്ക് നോക്കി. പരിചിതമായ പല മുഖങ്ങളും അവർ റോഡിൽ കണ്ടു. ശശാങ്കന്റെ ക്രഷർ യൂണിറ്റിന്റെ ഗേറ്റിന് മുന്നിൽ ടെമ്പോവാൻ ബ്രേക്കിട്ടു. ഋഷികേശ് ഇറങ്ങിച്ചെന്ന് അതിൽ തട്ടി. 4-5 തവണ അങ്ങനെ ചെയ്തപ്പോൾ മൈക്കിന്റെ ശബ്ദത്തിനിടയിൽ വാച്ചറുടെ ഒച്ച കേട്ടു. ആരാ? ഞങ്ങളാടോ, തമ്പിയും മറ്റും. വേഗം ഗേറ്റ് തുറക്ക്. ശശാങ്കൻ മുതലാളിയെ പോലീസ് പിടിച്ചു. പെട്ടെന്ന് അത് തുറക്കപ്പെട്ടു. എന്തിനാ പോലീസ് പിടിച്ചത്? ടെമ്പോവാന്റെ കനത്ത വെളിച്ചത്തിൽ വാച്ചറുടെ കണ്ണഞ്ചി. ആ ഹെഡ് കോൺസ്റ്റബിൾ അശോകനെ ഇവിടെ വെച്ച് കൊന്നില്ലേ, അതിന് തന്നെ. താൻ വേഗം രക്ഷപ്പെട്ടോ. പോലീസ് ഏത് നേരത്തും ഇവിടെ എത്തും. അതിനു മുമ്പ് ഞങ്ങൾക്ക് ചിലത് എടുക്കാനുണ്ട്. കേൾക്കാത്ത താമസം തന്റെ ക്യാബിനിൽ വെച്ചിരുന്ന ബാഗും എടുത്തുകൊണ്ട് വാച്ചർ ഇറങ്ങിയോടി. ഋഷികേശ് ഗേറ്റ് മലർക്കെ തുറന്നിട്ടു. വാനകത്ത് കയറി. പെട്ടെന്ന് ആരും കാണാത്ത ഭാഗത്ത് നിർത്തി. ധനുഷ് ഡോർ തുറന്ന് തമ്പിയെ വലിച്ച് പുറത്തിട്ടു. പിന്നെ ഡ്രൈവറോട് പറഞ്ഞു, വാൻ റോഡിലേക്ക് ഇറക്കി റബ്ബർ തോട്ടത്തിന്റെ ഭാഗത്ത് നിർത്തിയിട്. ചേട്ടൻ തൽക്കാലം അതിൽ ഇരിക്കുകയും അരുത്. ആരെങ്കിലും ആ വഴി വന്ന് വല്ലതും ചോദിച്ചാൽ മറുപടി പറയേണ്ടി വരും. ഡ്രൈവർ വണ്ടി തിരിച്ചുവിട്ടു. ഋഷികേശ് ഗേറ്റ് വീണ്ടും അടച്ച് അകത്തുനിന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് വാച്ചറുടെ ക്യാബിനിൽ കയറി പരിശോധിച്ചു. അവിടെ ഭിത്തിയിൽ എല്ലാ വണ്ടികളുടെയും കീ തൂക്കിയിട്ടിരുന്നു. അവൻ അത് മുഴുവൻ എടുത്ത ശേഷം ധനുഷിന്റെയും തമ്പിയുടെയും അടുത്തെത്തി. ഇവന്റെ അണ്ണാക്കിലെ സെല്ലോ ടപ്പ് വലിച്ചു പറിക്കടാ. അവസാനം വല്ലതും മുഴുവനുണ്ടോയെന്ന് അറിയാമല്ലോ, ഋഷികേശ് നിർദ്ദേശിച്ചു. ധനുഷ് തമ്പിയുടെ വായയെ ചുറ്റിയിരുന്ന ടേപ്പ് വലിച്ചു പറിച്ചു. അയാളുടെ കുറച്ച് മീശ കൂടി പറഞ്ഞു പോന്നു. ആ തമ്പിയുടെ ശബ്ദം പക്ഷേ മൈക്കിൻ്റെ ഒച്ചയിൽ അലിഞ്ഞു ചേർന്നു. കറുവട മോനെ തമ്പി. ഋഷികേശ് ഷൂസ് അണിഞ്ഞ കാൽ വീശി അയാളുടെ കവിളടക്കം ഒറ്റയടി. നിലവിളിച്ചുകൊണ്ട് തമ്പി പിടഞ്ഞു. എന്നെ കൊല്ലല്ലേ. നിന്റെ മുമ്പിൽ ഇങ്ങനെ എത്ര പേർ യാചിച്ചിട്ടുണ്ടടാ. അന്നൊക്കെ അവരുടെ പ്രാണനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോടാ. തിന്നും കുടിച്ചും കൂത്താടിയും മതിച്ചു നടന്നപ്പോൾ ഇങ്ങനെയൊരു അന്ത്യം നീയും ഓർക്കണമായിരുന്നു. ധനുഷിന്റെ പല്ലുകൾ ചേർന്ന് ഞെരിഞ്ഞു. ഞങ്ങളുടെ അച്ഛൻ, മുത്തച്ഛൻ, പിന്നെ വൈഷ്ണവ്, അങ്ങനെ ഒരുപാട് പേർ. ഏറ്റവും അവസാനം ഞങ്ങൾ അച്ഛനെ പോലെ ബഹുമാനിച്ചിരുന്ന അശോകൻ സാർ. ഇവരുടെയൊക്കെ പ്രാണന് നിനക്ക് ഒരു 100 തവണ മരണശിക്ഷ തന്നാലും മതിയാവില്ലടാ. ധനുഷ് അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. തമ്പി ഒരു കവിൾ ചോര കമിട്ടി. അശോകനെ അവിടെയിട്ട് മർദ്ദിച്ചത് തമ്പിയുടെ ഓർമ്മയിൽ മിന്നി. ഞാൻ ഇനി നിങ്ങൾ പറയുന്നത് പോലെ ജീവിച്ചോളാം. തമ്പി ജീവിതത്തിൽ ആദ്യമായി യാചിക്കുകയായിരുന്നു. ഇല്ലടാ, ഒരിക്കലും നിനക്കും ശശാങ്കനുമൊന്നും അങ്ങനെ ജീവിക്കാനാവില്ല. കാരണം നീയൊക്കെ കോമ്പസുകളാണ്, വടക്കു നോക്കിയ യന്ത്രങ്ങൾ. എത്ര നേരെയൊക്കെ ശ്രമിച്ചാലും നന്നാവത്തില്ല. സ്വഭാവം പഴയതുപോലെ ഇരിക്കും. അതിനാൽ ബാലെ തീരുന്നതിന് മുമ്പ് നിന്നെ ഞങ്ങൾ അങ്ങ് യാത്രയാക്കുവാൻ പോകുക, അശോകൻ സാറിനെ ചെയ്തതുപോലെ. ധനുഷ് തിരിഞ്ഞു. ഋഷികേശേ, ലോഡുള്ള ടിപ്പറുകൾ നോക്ക്. നേരത്തെ എടുത്ത താക്കോലുകളുമായി ഋഷികേശ് നടന്നുപോയി. 5ഓളം വണ്ടികൾ ലോഡ് നിറച്ച് അവിടെയുണ്ടായിരുന്നു. ആദ്യത്തെ ടിപ്പറിൽ അവൻ കയറി. ചില കീകൾ മാറി മാറിയിട്ടു. കൂട്ടത്തിൽ ഒരെണ്ണം അതിന് പാകമായി. അവൻ ലോറി സ്റ്റാർട്ട് ചെയ്തു. ഗിയർ ചേഞ്ച് ചെയ്ത് പിന്നോട്ടെടുത്തപ്പോൾ 2 തവണ ഓഫായി. 3-ാം വട്ടം ഹാഫ് ക്ലച്ചിൽ അവൻ ടിപ്പർ പിന്നോട്ട് കൊണ്ടുവന്നു. മതി, നിർത്ത്, ധനുഷ് വിളിച്ചു പറഞ്ഞു. ഋഷികേശ് ബ്രേക്ക് അമർത്തി. പിന്നെ പെട്ടി പതുക്കെ ഉയർത്തി. തനിക്ക് മുകളിലേക്ക് ടിപ്പറിന്റെ പിന്നിലൂടെ മെറ്റൽ കഷ്ണങ്ങൾ ചിതറി വീഴുന്നത് തമ്പി കണ്ടു. അയാളുടെ നിലവിളി പകുതിക്ക് മുറിഞ്ഞു. 1/2 മിനിറ്റിനുള്ളിൽ തമ്പിക്ക് മീതെ ഒരു മെറ്റൽ കൂമ്പാരം രൂപം കൊണ്ടു. ചുറ്റും പൊടി പടലങ്ങളും. ഋഷികേശ് ടിപ്പറിൽ നിന്ന് ചാടിയിറങ്ങി. തമ്പിക്ക് മീതെ വീണ് കിടക്കുന്ന മെറ്റൽ കൂനയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ധനുഷിന് നേരെ തിരിഞ്ഞു. പോകാമടാ. തങ്ങളുടേതായി ഒന്നും അവിടെ അവശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ട് ഇരുവരും തിടുക്കത്തിൽ ക്രഷർ യൂണിറ്റിന്റെ ഗേറ്റ് കടന്നു. 100 മീറ്ററോളം അകലെ ടെമ്പോ വാൻ കിടപ്പുണ്ടായിരുന്നു. ഇരുവരും അടുത്ത് ചെല്ലുമ്പോൾ കാശാവിൻകാട്ടിൽ ഒളിച്ചിരുന്ന ഡ്രൈവറും എത്തി. ആ നേരത്ത് പത്തനാപുരത്തുണ്ടായിരുന്നു ശശാങ്കൻ. എവിടെ ഒളിക്കണമെന്ന കാര്യത്തിൽ അപ്പോഴും ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നില്ല അയാൾ. തമ്പിയെ കൂടാതെ എവിടേക്കെങ്കിലും പോകാനും അയാൾ മടിച്ചു. തൽക്കാലം ഒന്നൊഴിഞ്ഞു നിൽക്കണം.
ശശാങ്കൻ റേഞ്ച് റോവറിന്റെ ഡ്രൈവറിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി കൊട്ടാരക്കരയിലെ തന്റെ ബാറിലേക്ക് വിളിച്ചു. നമ്മുടെ പുതിയ വണ്ടികളിൽ ഒരെണ്ണം ഉടൻ പത്തനാപുരത്ത് എത്തിക്കണം. മൈലം വഴി തിരിഞ്ഞു പോന്നാൽ മതി, നിർദ്ദേശം നൽകി. 1 മണിക്കൂറിനുള്ളിൽ ഒരു സ്കോഡയും ഡസ്റ്റർ കാറും അവിടെ എത്തി. നേരത്തെയുള്ള വാഹനങ്ങൾ മടക്കി നൽകിയിട്ട് അവർ അതിൽ കയറി. പെട്ടെന്ന് മിന്നൽ പോലെ ഒരാശയം ശശാങ്കനുണ്ടായി. പാമ്പിനെ വരുത്തി വിഷമിറക്കുന്ന ഒരു വിദ്യയുണ്ട്. ഇനി അത് തന്നെ ആദ്യം. ഒറ്റയടിക്ക് ശത്രുക്കളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുന്ന അന്ത്യകാണ്ഡം. കടപ്പല്ല് അമർത്തിക്കൊണ്ട് അയാൾ ഡ്രൈവറെ നോക്കി. വണ്ടി വിട്. സലീം മുഹമ്മദിന്റെ വീട്. ധനുഷും ഋഷികേശും അവിടെ മടങ്ങിയെത്തി. അവരെ കാത്തിരിക്കുകയായിരുന്നു ഇർഫാൻ മുഹമ്മദും ബാപ്പയും. അവനെന്ത് ചെയ്തു തമ്പിയെ? സലീം ആകാംക്ഷയോടെ തിരക്കി. കുട്ടികൾ ചെയ്തതത്രയും പറഞ്ഞു. സലീമിന് സന്തോഷമായി. ആ വാച്ചർക്ക് നിങ്ങളെ മനസ്സിലായില്ലല്ലോ? ഇല്ല സാർ. അപ്പോൾ ഇനി പ്രധാനി ബാക്കിയുണ്ട്. ഇനിയാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കരുതുന്നതിനേക്കാൾ അംഗബലവും പിടിപാടും ഉള്ളവനാണ് ശശാങ്കൻ. സലീം പൂർത്തിയാക്കും മുമ്പ് ഇർഫാൻ ഇടയ്ക്ക് കയറി. ശശാങ്കൻ മുങ്ങിയിരിക്കുകയാ. മാത്രമല്ല കൊട്ടാരക്കര SP ഓഫീസിൽ നിന്ന് എനിക്ക് മറ്റൊരു വിവരം കൂടി കിട്ടിയിട്ടുണ്ട്. നിങ്ങളെയും SP സംശയിക്കുന്നു. ധനുഷും ഋഷികേശും ഒന്ന് നടുങ്ങി. സാർ, അപ്പോൾ അവർ ഇർഫാനെയും സലീമിനെയും മാറി മാറി നോക്കി. തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സേഫല്ല. നിങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ തെളിവുകൾ ഒന്നും ലഭ്യമില്ലെങ്കിലും SP സാറിൻ്റെ സംശയം ബലപ്പെടും. അതുകൊണ്ട് ഇർഫാൻ ഒന്ന് നിർത്തി. കുട്ടികൾ കാതു കൂർപ്പിച്ചു. നിങ്ങൾ കക്കയത്തിന് മടങ്ങണം. ശശാങ്കൻ എവിടെയുണ്ടെന്ന് അറിഞ്ഞാൽ ഞാൻ വിവരം നൽകാം. കക്കയത്തേക്ക് പോലീസ് അന്വേഷിച്ചു വന്നേക്കും. നിങ്ങളെ അവിടെ കണ്ടാൽ പിന്നെ സംശയത്തിൻ്റെ കാര്യമില്ല. ധനുഷും ഋഷികേശും ഒന്നും പറഞ്ഞില്ല. സലീമും അവരെ പ്രോത്സാഹിപ്പിച്ചു. അതുതന്നെയാ കുട്ടികളെ നല്ലത്. ഏതായാലും ശശാങ്കനെക്കുറിച്ച് പരസ്യമായ ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്കും കഴിയില്ലല്ലോ. അത് നേരാണെന്ന് ഋഷികേശും ധനുഷും ഓർത്തു. അങ്ങനെ അവർ പോകാൻ തന്നെ തീരുമാനിച്ചു. ഒപ്പം വേറെ ചില കാര്യങ്ങൾ കൂടി ഇർഫാൻ പറഞ്ഞേൽപ്പിച്ചു. ചില മുദ്രപത്രങ്ങളും സൂക്ഷിച്ചു വയ്ക്കാനായി നൽകി. പെട്ടെന്ന് ഋഷികേശ് തിരക്കി. സാർ, പ്രമോദും കുടുംബവും? മറുപടി പറഞ്ഞത് സലീമാണ്. അവർക്കൊന്നും സംഭവിക്കില്ല. നാളെ ഞാൻ പുനലൂർക്ക് പോകുന്നുണ്ട്. ആ രാത്രിയിൽ തന്നെ ധനുഷും ഋഷികേശും കക്കയത്തിന് തിരിച്ചു. കക്കയം പിറ്റേന്ന് 10 മണി. അമ്മേ, പുറത്തുനിന്ന് വിളികേട്ട് കാവേരി തിടുക്കത്തിൽ വാതിൽക്കിലേക്ക് ചെന്നു. ഷോൾഡർ ബാഗുകളും തൂക്കി നിൽക്കുന്ന മക്കളെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. നിങ്ങൾ വരുന്ന വിവരം ഒന്ന് പറഞ്ഞത് കൂടിയില്ലല്ലോടാ. അവർ നെറ്റി ചുളിച്ചു. ആ ഫോൺ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അമ്മേ. മാത്രമല്ല എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നും കരുതി. കുട്ടികൾ സിറ്റൗട്ടിൽ കയറി. അപ്പോഴേക്കും ദക്ഷിണയും ഓടി വന്നു. സന്തോഷം കൊണ്ട് അവൾ ഏട്ടന്മാരുടെ കൈപ്പത്തികളിൽ നുള്ളി. പുറത്തു കിടക്കുന്ന ടെമ്പോ വാനിൽ കാവേരിയുടെ കണ്ണുകൾ ഉടക്കി. അതിലാണോ നിങ്ങൾ വന്നത്? അതെ അമ്മേ, പൊടുന്നതിനെ ഓർത്തതുപോലെ ധനുഷ് പറഞ്ഞു. തൽക്കാലം ആ വണ്ടിയൊന്ന് ഒളിപ്പിച്ചിടണം. കൊല്ലം രജിസ്ട്രേഷനല്ലേ, ആരെങ്കിലും സംശയിക്കും. അല്ല, ആരൊക്കെയത്? ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു. മുറ്റത്തേക്ക് വരുന്ന വാസുദേവ പണിക്കരും കുസുമവും പ്രത്യക്ഷയും. പണിക്കരുടെ ശിരസിൽ അപ്പോഴും ബാൻഡേജ് ഉണ്ടായിരുന്നു. ദക്ഷിണ ഫോണിലൂടെ കാര്യം അറിയിച്ചിരുന്നതിനാൽ സഹതാപത്തോടെ ഋഷികേശ് തിരക്കി. ഞങ്ങൾ കാരണം പണിക്കർ സാറിനും പ്രയാസമായി അല്ലേ? പണിക്കർ കൈ ഉയർത്തി. ഞങ്ങൾ കാരണം നിങ്ങൾക്കല്ലേ ഏറെ ബുദ്ധിമുട്ടുണ്ടായത്? ഒരു പക്ഷേ അന്ന് നിങ്ങൾ ഈ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും എൻ്റെ മോള് ഇപ്പോൾ ജീവനോടെ കാണുമായിരുന്നില്ല. പണിക്കർ ഋഷികേശിന്റെ തോളിൽ തട്ടി. ധനുഷിന്റെ കണ്ണുകൾ പ്രത്യക്ഷയിലായിരുന്നു. അവളുടെ മുഖത്ത് സങ്കടമോ പരിഭവമോ ആഹ്ലാദമോ എന്ന് തിരിച്ചറിയാനാവാത്ത ഭാവം. വാ പണിക്കർ സാറേ, അകത്തിരുന്ന് സംസാരിക്കാം, കാവേരി ക്ഷണിച്ചു. എല്ലാവരും അകത്തിരുന്ന് ചായ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിയത്തെ കാര്യങ്ങളെക്കുറിച്ച് പണിക്കർ ചോദിച്ചു. തങ്ങൾ ആരെയും കൊന്നെന്ന് കുട്ടികൾ പറഞ്ഞില്ല. ഇർഫാൻ സാറിന്റെ അച്ഛൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളുടെയും അദ്ദേഹത്തിൻ്റെയും ശത്രുക്കൾ ഒന്നായിരുന്നു. അദ്ദേഹം അവരിൽ ചിലരുടെ ശല്യം തീർത്തു തന്നു. പക്ഷേ പ്രധാന ശത്രു ഇനിയും ബാക്കിയാണ്. അന്ന് ഇവിടെ വന്ന ശശാങ്കൻ, ധനുഷാണ് പറഞ്ഞത്. സംഭാഷണത്തിനിടയിൽ ടെമ്പോ വാൻ ഒളിപ്പിക്കുന്ന കാര്യവും അവൻ അറിയിച്ചു. അതെൻ്റെ വീടിന് പിന്നിലിട്ടാൽ മതിയല്ലോ. ആരെങ്കിലും തിരക്കിയാൽ തന്നെ എൻ്റെ ബന്ധുവിൻ്റെതാണെന്ന് പറയാം. പണിക്കർ സമ്മതിച്ചു. അക്കാര്യത്തിലും തീരുമാനമായി. വാൻ അവിടേക്ക് നീക്കി. പണിക്കരും കുടുംബവും പോയി. പ്രത്യക്ഷ ധനുഷിനെ നോക്കി കണ്ണുകൊണ്ട് ഒരടയാളം നൽകി. അവൻ തലയാട്ടി. പിന്നീട് ധനുഷും ഋഷികേശും അമ്മയോട് എല്ലാം വ്യക്തമായി പറഞ്ഞു. കാവേരിയുടെ മുഖത്ത് ക്രൂരമായ ഒരാനന്ദം വന്നു. എങ്കിലും ശശാങ്കൻ, അവൻ കൂടി ചത്തെന്നറിയാതെ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല മക്കളെ, അവർ മന്ത്രിച്ചു. അയാൾക്കും കൊടുക്കേണ്ട ശിക്ഷ തന്നെ ഞങ്ങൾ കൊടുത്തിരിക്കും അമ്മേ. ധനുഷ് കാവേരിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു. അടുത്ത നിമിഷം മുറ്റത്തൊരു വാഹനം ബ്രേക്കിടുന്ന ഒച്ച കേട്ടു. ദക്ഷിണ പോയി തുറന്നു കിടന്ന ജനാലിലൂടെ നോക്കിയ ശേഷം വേഗം മടങ്ങി വന്നു. ഏട്ടാ, പോലീസ്! ധനുഷിൻ്റെയും ഋഷികേശിൻ്റെയും നെറ്റി ചുളിഞ്ഞു. അവർ പുറത്തേക്ക് പോകാനാഞ്ഞപ്പോൾ കാവേരി ഓർമ്മപ്പെടുത്തി. ഇർഫാൻ സാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോഴത്തെ രീതിയായിരിക്കില്ല ഇപ്പോൾ അവർക്ക്. പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ചു വേണം. ശരിയമ്മേ, തലയാട്ടിക്കൊണ്ട് അവർ പുറത്തേക്ക് ചെന്നു. SI രാജസാനും സംഘവും സിറ്റൗട്ടിന് മുന്നിൽ എത്തിയിരുന്നു. കുട്ടികളെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകൾ കുറുകി. നിങ്ങളെന്താ വല്ലാതിരിക്കുന്നത്? ഏതോ യാത്ര കഴിഞ്ഞ് വന്നതാണോ? രാജസാനൻ അവരെ കണ്ണുകൾ കൊണ്ട് അടിമുടി ഒഴിഞ്ഞു. അല്ല സാറേ, ഭയങ്കര പനിയായിരുന്നു, ഋഷികേശ് അറിയിച്ചു. പനിയോ? രണ്ടുപേർക്കും ഒന്നിച്ച്? അയാൾക്ക് സംശയം. അതങ്ങനെ സാറേ, ധനുഷ് ചിരിച്ചു. ഞങ്ങൾ ടിൻസ് ആയതിനാൽ ഏത് അസുഖം വന്നാലും മിക്കവാറും ഒന്നിച്ചായിരിക്കും. അങ്ങനെ ഉണ്ടാകാറുണ്ടെന്ന് രാജസാനും കേട്ടിട്ടുണ്ട്.
ധനുഷ് കൂട്ടിച്ചേർത്തു. ഇർഫാൻ സാർ പോയി അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒരു സഹായത്തിന് അദ്ദേഹമേ ഉണ്ടായിരുന്നുള്ളൂ. യാത്ര പറയാൻ അദ്ദേഹം വന്നപ്പോഴും പനിയായതിനാൽ ക്വാർട്ടേഴ്സ് വരെ പോലും പോകാൻ പറ്റിയില്ല. ഓ, സാറ് പോയി, ഒരൊഴുക്കം മട്ടിൽ രാജസാനം പറഞ്ഞു. എന്നുവെച്ച് നിങ്ങൾ പേടിക്കണ്ട, എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ. ഒക്കെ ഇർഫാൻ സാറ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയോടെയല്ല അയാൾ സംസാരിക്കുന്നതെന്ന് കുട്ടികൾക്ക് ബോധ്യമായി. മാത്രമല്ല, ഇയാൾ ചെറുകണ്ടം ദിനേശിന്റെ ആളാണെന്നും ഇർഫാൻ സാറ് CI ആയി എത്തിയതിനാലാണ് അനിഷ്ടം പ്രകടിപ്പിക്കാതെ ഒപ്പം കൂടിയതെന്നും അവർക്കറിയാം. പെട്ടെന്ന് ഋഷികേശ് ചോദിച്ചു, സാറ് ഈ വഴിക്ക് പ്രത്യേകിച്ച് കയറിയിരിക്കുന്നില്ലേ? ഇല്ല, പോകണം. ഈ വഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേയുള്ളൂ. പിന്നെ ഇർഫാൻ സാറ് വിളിക്കുകയാണെങ്കിൽ ഞാൻ വന്ന് വിശേഷങ്ങൾ തിരക്കിയെന്ന് പറയണേ. പറയാം സാർ. രാജസാനും സംഘവും മടങ്ങി. ധനുഷും ഋഷികേശും പരസ്പരം നോക്കി. കൊട്ടാരക്കര SP-യുടെ നിർദ്ദേശാനുസരണമാണ് ഈ വരവ്. ഇർഫാൻ സാറിന്റെ കണക്കുകൂട്ടൽ എത്ര ശരിയാണ്? ധനുഷ് പറഞ്ഞപ്പോൾ ഋഷികേശ് സന്ദേഹത്തോടെ നിന്നു. പക്ഷെ നമ്മൾ ഇവിടെയുണ്ടെന്ന് SP സാർ എങ്ങനെ അറിയാനാ? ഋഷികേശിന്റെയും പുരികം ചുളിഞ്ഞു. ഈ വിവരം മുമ്പ് ചക്രപാണി സാറും സൈബർ സെല്ലിൽ ഉള്ളവരും അറിഞ്ഞിരുന്നതല്ലേ? ആ വഴിക്കാവാം. കൂടുതൽ പുകയ്ക്കാതെ അവർ അകത്ത് കയറി വാതിലടച്ചു. കാവേരി കാത്തു നിൽക്കുകയായിരുന്നു. എടാ, നമ്മുടെ വീടിന്റെ കാര്യം എന്തായി? അതാ തമ്പിയുടെ പേരിലേക്ക് മാറ്റിയിരുന്നല്ലോ. അക്കാര്യത്തിലും പരിഹാരമുണ്ടാക്കി അമ്മേ. ടെമ്പോ വാനിൽ വെച്ച് തമ്പിയുടെ ആവശ്യത്തിന് വിരലടയാളം വേണ്ടത്ര മുദ്രപത്രങ്ങളിൽ പതിപ്പിച്ചെടുത്തിട്ടുണ്ട്. കാവേരിക്ക് ആശ്വാസമായി. തൻ്റെ മകനും ഭർത്താവും അദ്ദേഹത്തിൻ്റെ അച്ഛനുമൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് നഷ്ടപ്പെട്ടില്ലല്ലോ. പൊടുന്നിനെ അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. എന്താ അമ്മേ? കുട്ടികൾ അമ്പരന്നു. അല്ല, ഞാൻ ചിന്തിക്കുമായിരുന്നു. അവരുടെ കണ്ടമിടറി. ലോകത്ത് ഒരമ്മയും മക്കളെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിവിടെ ആവശ്യമായി പോയി മക്കളെ. അവർ കുട്ടികളെ കെട്ടിപ്പിടിച്ച് തേങ്ങി. ധനുഷും ഋഷികേശും വല്ലാതെയായി. ഞങ്ങൾക്കൊന്ന് കുളിക്കണം, ഉറങ്ങണം, യാത്ര ക്ഷീണം. അവർ കാവേരിയെ മെല്ലെ അടർത്തി മാറ്റി മുറിയിലേക്ക് പോയി നനഞ്ഞ കണ്ണുകളോടെ. 2 നാൾ പിന്നിട്ടു. ഉച്ച കഴിഞ്ഞ് 2 മണി. കൊട്ടാരക്കര SP-യും സംഘവും എത്ര തിരഞ്ഞിട്ടും ശശാങ്കനെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയില്ല. അവർ അയാളുടെ വീട്ടിലും ഹോട്ടലിലുമൊക്കെ പലതവണ തെരച്ചിൽ നടത്തി. സൈബർ ടീം ടവറുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും ഫലവത്തായില്ല. SP ഓഫീസിൽ രാഹുൽ രാജിന് മുന്നിൽ DYSP വിജയബാലൻ ഉണ്ടായിരുന്നു. ചർച്ചയ്ക്കിടയിൽ വിജയബാലൻ അഭിപ്രായപ്പെട്ടു, സാർ, നമ്മൾ ഇതുവരെ ശശാങ്കന്റെ ക്രഷർ യൂണിറ്റിൽ അന്വേഷണം നടത്തിയിട്ടില്ല. ഒരുപക്ഷെ അവിടെ നിന്ന് എന്തെങ്കിലും വിലപ്പെട്ട തെളിവ് കിട്ടിയാലോ? രാഹുൽ രാജിന്റെ കണ്ണുകളിൽ ഒരു പ്രകാശം മിന്നി. അപ്പോൾ തന്നെ 2 വാഹനങ്ങളിൽ അവർ കൊട്ടേപ്പാറയ്ക്ക് തിരിച്ചു. ക്രഷർ യൂണിറ്റ് ഗേറ്റിന് മുന്നിൽ വാഹനങ്ങൾ നിന്നു. 2 പോലീസുകാരെ അവിടെ ഇറക്കിയിട്ട് ചാരിയിട്ടിരുന്ന ഗേറ്റ് തുറന്ന് SP-യും സംഘവും അകത്തേക്ക് പോയി. പോലീസ് സന്നാഹം കണ്ട് സമീപവാസികൾ ഗേറ്റിനടുത്തേക്ക് എത്തിത്തുടങ്ങി. കാരണം ശശാങ്കനെക്കുറിച്ച് ചാനലുകളിലും പത്രങ്ങളിലും വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. വാഹനങ്ങളിൽ നിന്ന് ക്രഷർ യൂണിറ്റിന്റെ ഓഫീസിന് മുന്നിൽ ഇറങ്ങിയ നിമിഷം തന്നെ പോലീസ് സംഘത്തിന് നേരിയ ദുർഗന്ധം അനുഭവപ്പെട്ടു. അവർ ചുറ്റുപാടും പരതി നോക്കി. ഒന്നും കണ്ടില്ല. വല്ല എലിയോ മറ്റോ ചത്തുകിടക്കുകയാവും. വിജയബാലൻ പിറുപിറുത്തു. പൊടുന്നനെ SP കഴിച്ചുകൊണ്ടി. അതെന്താണെന്ന് നോക്ക്. SIയും 2 പോലീസുകാരും അവിടേക്ക് നീങ്ങി. നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിക്കരികിലേക്ക്. അവരുടെ നെറ്റി ചുളിഞ്ഞു. മെറ്റൽ കൂനയ്ക്ക് ചുറ്റും ഈച്ചകൾ വട്ടമിട്ട് പറക്കുന്നു. മെറ്റൽ കൂനയ്ക്കിടയിലേക്ക് ഉറുമ്പുകൾ വരിവെച്ച് കയറുന്നു. അതിനുള്ളിൽ എന്തോ ഉണ്ടെന്ന് അവർക്കുറപ്പായി. SP-യോട് SI ചെന്ന് കാര്യം പറഞ്ഞു. ബാല, അതെന്താണെന്ന് അറിയണം. രാഹുൽ രാജ് ഉത്തരവിട്ടു. പിന്നെ കർച്ചീഫ് എടുത്ത് മുഖത്ത് കെട്ടിക്കൊണ്ട് മെറ്റൽ കൂനയ്ക്കരികിലെത്തി. ക്രഷർ യൂണിറ്റിന്റെ ഗേറ്റിനരികിലേക്ക് പിന്നെയും ആളുകളെത്തി. അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച് അവരെ പോലീസ് തടഞ്ഞു. വിജയബാലൻ അകലെ കിടന്ന JCBകൾക്ക് നേർക്ക് കണ്ണയച്ചു. നമ്മുടെ കൂട്ടത്തിൽ അത് ഓടിക്കാനറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? അയാൾ പോലീസുകാരെ നോക്കി. സാർ, എനിക്കറിയാം. SP-യുടെ ഡ്രൈവർ മുന്നോട്ട് വന്നു. എങ്കിൽ അതിങ്ങ് കൊണ്ടുവാ. ഡ്രൈവർ പോയി JCBയിൽ കയറി. കീയില്ലാത്തതിനാൽ കീബോർഡിന് അടിയിൽ നിന്ന് വയറുകൾ വലിച്ചു പറിച്ച് ഒന്ന് ചേർത്ത് സ്റ്റാർട്ടാക്കി. അപ്പോഴേക്കും എങ്ങനെയോ വിവരമറിഞ്ഞ് ഒരു ചാനൽ സംഘവും എത്തി. ഗേറ്റിൽ നിന്നിരുന്ന പോലീസുകാർ SP-യുടെ പെർമിഷൻ വാങ്ങിയിട്ട് അവരെ അകത്തേക്ക് അയച്ചു. JCB മെറ്റൽ കൂനയ്ക്ക് അരികിലെത്തി. ചാനൽ ക്യാമറ തുറന്നു. ഡ്രൈവർ JCBയുടെ ഡോബർ കൊണ്ട് മെറ്റൽ കൂനയുടെ പകുതി ഭാഗം മുന്നോട്ട് തള്ളി. അതിനനുസരിച്ച് ദുർഗന്ധം വർദ്ധിച്ചു. കുറച്ച് മെറ്റൽ നീങ്ങിയപ്പോൾ കൂട്ടിക്കെട്ടിയ 2 കൈകൾ കണ്ടു. അതിലെ മാംസം ഇറുന്നു വീഴുന്നു. ഇനി JCB വേണ്ട, SP തടഞ്ഞു. എന്നിട്ട് ക്രഷർ യൂണിറ്റിന്റെ ഓഫീസിന് പുറത്തിരുന്ന മൺവെട്ടികൾ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് ബാക്കി മെറ്റൽ നീക്ക്. ബോഡിക്ക് കേട് സംഭവിക്കരുത്. പോലീസുകാർ കർച്ചീഫ് മൂക്കിനുമേതെ അമർത്തി കെട്ടിക്കൊണ്ട് മെറ്റൽ നീക്കാൻ തുടങ്ങി. പുഴുത്തളിഞ്ഞ ഒരു ജഡം. അത് പക്ഷേ ആരുടേതാണെന്ന് അവർക്ക് വ്യക്തമായില്ല. DYSP ഗേറ്റിൽ നിന്നിരുന്ന നാട്ടുകാരിൽ ചിലരെ അകത്തേക്ക് വിളിച്ച് അത് കാണിച്ചു. ഇത് തമ്പിയാ, ഐസ് തമ്പി. അവർ ജഡം തിരിച്ചറിഞ്ഞു. എല്ലാം ചാനൽ ക്യാമറ ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. ഓഫീസിന്റെ വരാന്തയിലേക്ക് കയറി നിന്നുകൊണ്ട് രാഹുൽ രാജ് വിജയബാലനെ കൈക്കാട്ടി വിളിച്ചു. സാർ. അയാൾ അടുത്തെത്തി. എന്താ പറയത്? കൊലപാതകങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണല്ലോ. ഇതിനൊക്കെ നമ്മൾ മുകളിലുള്ളവരോട് എന്തുത്തരം പറയും? വിജയബാലൻ തലകുടഞ്ഞു. കത്തുന്ന വെയിലിലേക്ക് നോക്കി അയാൾ ഒരു നിമിഷം മൗനമായി. പിന്നെ ചുണ്ടനക്കി. സാർ,
സ്വന്തം ഗുണ്ട നേതാവിനെ ശശാങ്കൻ തന്നെ വകവരുത്തിയതാണെന്ന് എൻ്റെ അനുമാനം. അയാൾക്കെതിരെ ഒരുപക്ഷെ തമ്പി സാക്ഷി പറഞ്ഞാലോ എന്ന സംശയമുണ്ടായി കാണും. അതല്ലാതെ തമ്പിക്കോ ശശാങ്കനോ എതിരെ ഒരു ശത്രു സാന്നിധ്യം നമുക്ക് ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ലല്ലോ. ആ പിള്ളേരാണെങ്കിൽ കോഴിക്കോട്ട് ഉണ്ടെന്നുറപ്പായി. യെസ്. ഒരു സിഗരറ്റ് കടിച്ചു പിടിച്ചുകൊണ്ട് രാഹുൽ രാജ് കൈവിരലുകൾ കോർത്തു മടക്കി അസ്വസ്ഥതയോടെ ഞൊട്ടവിട്ടു. SIയോട് FIR തയ്യാറാക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ക്രഷർ യൂണിറ്റിന്റെ ഓഫീസിന് നേർക്ക് തിരിഞ്ഞു. ഇവിടെ വരെ വന്ന നിലയ്ക്ക് ഇതിന് ഉൾവശം കൂടിയൊന്ന് പരിശോധിക്കണം. അവർ ഓഫീസിന്റെ വാതിലും തല്ലി തുറന്ന് അകത്ത് കയറി. 4 മുറികളുള്ള ഒരു കെട്ടിടമായിരുന്നു അത്. 2 മുറികൾക്ക് പിന്നിലുള്ളത് ചെറിയ ഹാൾ. അവിടേക്ക് കയറി അവർ ഒന്ന് നിന്നു. ഒരു ചെറിയ ഓഫ്സെറ്റ് പ്രസ്. SP നെറ്റി ചുളിച്ചു. പരിശോധനയ്ക്കിടയിൽ അച്ചടിച്ചതും കട്ട് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്നതുമായ ലോട്ടറി ടിക്കറ്റുകൾ കണ്ടു. ചക്രപാണിയുടെ ജീപ്പിൽ നിന്ന് കിട്ടിയ അതേ ടിക്കറ്റുകൾ. SP ഒരെണ്ണം എടുത്തു നോക്കി. മൺസൂൺ ബമ്പർ. ചാനലുകാരെ വിളിച്ച് അവർ അതും കാട്ടിക്കൊടുത്തു. ക്രഷർ യൂണിറ്റിന്റെ ശബ്ദത്തിനിടയിൽ ഇവിടെ പ്രസ് പ്രവർത്തിക്കുന്ന ശബ്ദം ആരും കേൾക്കുകയുമില്ല, വിജയബാലൻ അഭിപ്രായപ്പെട്ടു. SP കനപ്പിച്ചൊന്ന് മൂളി. അന്ന് വൈകിട്ട് അയാൾ IG-ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ശശാങ്കന്റെ ഫോട്ടോ വച്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. TV ന്യൂസിൽ തന്റെ ചിത്രവും തമ്പിയുടെ മരണവാർത്തയറിഞ്ഞ് ശശാങ്കൻ നടുങ്ങിപ്പോയി. കണ്ണുകൾ തുറച്ച നിലയിൽ അയാൾ ഇത്തിരി നേരെ ഇരുന്നു. പിന്നെ അലറി. ആ കഴിവേറി മോന്മാർ തന്നെയാ തമ്പിയെ കൊന്നത്. അവസാനം അതിന്റെ പഴിയും എനിക്ക്. കയ്യിലിരുന്ന ഗ്ലാസ് അയാൾ മരത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ചിതറി 4 പാടും തെറിച്ചു. ശശാങ്കന് കലിയടങ്ങുന്നില്ല. ഈ ഇർഫാന്റെയും സലിമിന്റെയും സഹായം കൊണ്ടാണ് പിള്ളേർക്ക് ഇതൊക്കെ ചെയ്യാനായത്. വിടത്തില്ല ഒന്നിനെയും ഞാൻ. കോഴിക്കോട് കരിങ്കണ്ടൻ പാറയിലായിരുന്നു ശശാങ്കൻ. ദാദിലിന്റെ AC ഏറുമാടത്തിൽ. അയാളുടെ ഓരോ പ്രവൃത്തിയും നോക്കിക്കൊണ്ട് കൗതുകത്തോടെ മുന്നിൽ ഇരിപ്പുണ്ടായിരുന്നു ദാദിൽ. കഴിഞ്ഞ ദിവസമാണ് അവൻ ജാമ്യത്തിലിറങ്ങിയത്. ചെറുകണ്ടൻ ദിനേശൻ പോലീസ് കാവലിൽ ഹോസ്പിറ്റലിലാണ് ഇപ്പോഴും. അയാൾക്ക് പരസഹായം കൂടാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇർഫാനും ഋഷികേശും ധനുഷും കൊല്ലത്തായതിനാൽ കാവേരിയെയും മകളെയും കക്കയത്ത് സഹായിക്കാൻ ആരുമുണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു തന്നെയായിരുന്നു ശശാങ്കന്റെ വരവ്. അവരെ കസ്റ്റഡിയിലാക്കിയിട്ട് ധനുഷിനെയും ഋഷികേശിനെയും മുന്നിൽ വരുത്തി കൊല്ലാൻ. അതിന്റെ മുന്നൊരുക്കത്തിനായി കോഴിക്കോട്ടുള്ള തന്റെ ബന്ധം ഉപയോഗിച്ച് അയാൾ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി. ചെറുകണ്ട ദിനേശനും മകനുമായി കാവേരിക്കും കുടുംബത്തിനുള്ള ശത്രുത. അങ്ങനെയാണ് ദാദിലുമായി ഈ കൂടിക്കാഴ്ച തരപ്പെടുത്തിയത്. പക്ഷേ അപ്പോഴറിഞ്ഞു ധനുഷും ഋഷികേശും ഇവിടെയുണ്ടെന്ന്. ഇങ്ങനെ മധ്യ ക്ലാസ് വലിച്ചെറിഞ്ഞിട്ടോ അലറിയിട്ടോ ഒന്നും കാര്യമില്ലെങ്കിലേ. ശശാങ്കനിൽ നിന്ന് കണ്ണുകൾ മാറ്റാതെ ദാദിൽ പറഞ്ഞു. ശത്രുക്കളെ അക്കമിട്ട് നിരത്തണം. പരുതിനെ പോലെ റാഞ്ചിയെടുക്കണം. മനസ്സ് നിറയും വരെ പീഡിപ്പിച്ച് കൊല്ലണം. അതാണ് എൻ്റെ രീതി. ഞാൻ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. ശശാങ്കന്റെ കണ്ണുകളിൽ ക്രൂരമായ ഒരു തിളക്കമുണ്ടായി. ദാദിലിന്റെ ആ ഫോൺ ഇങ്ങോട്ട് തന്നെ. അയാൾ കൈനീട്ടി. ഒരർത്ഥത്തിൽ നമുക്ക് 2 പേർക്കും ഒരേ അവസ്ഥയാണ്. അതിന് കാരണക്കാരും ഒരു കൂട്ടർ തന്നെ. അതിനാൽ അങ്കിളിനോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് സമ്മതമാണ്. പിന്നെ അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം എനിക്കിവിടെ ശത്രുക്കൾ ഏറെയുണ്ടെങ്കിലും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നമ്മൾ ഒന്നിച്ച് നിന്നാൽ 2 കൂട്ടർക്കുമുണ്ട് പ്രയോജനം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്കിളുമായി ഇങ്ങനെയൊരു കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായത്. പറഞ്ഞുകൊണ്ട് ദാദിൽ തൻ്റെ ഫോൺ ശശാങ്കന് നൽകി. പിന്നെ എഴുന്നേറ്റ് ഏറുമാടത്തിൻ്റെ വാതിൽക്കലേക്ക് വന്നു. പുറത്തേക്ക് നോക്കി. ഇരുമ്പ് പടികളിൽ ശശാങ്കന്റെ ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. താഴെ തൻ്റെ ശൂന്യമായ റെസ്റ്റോറൻറ്റുകളും ഹട്ടുകളും അവൻ കണ്ടു. കൂട്ടുകാർ പോലും ഇപ്പോൾ തൻ്റെ അടുത്തേക്ക് വരുന്നില്ലെന്ന് പകയോടെ അവൻ ഓർത്തു. ശശാങ്കൻ ദാദിലിന്റെ ഫോണിൽ കൊട്ടാരക്കരയിലുള്ള തൻ്റെ വിശ്വസ്തരെ വിളിച്ച് അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട ഒരു ജോലി ഏൽപ്പിച്ചു. സന്ധ്യ. പുനലൂരെ തൻ്റെ എണ്ണപ്പനത്തോട്ടത്തിൽ ഉണ്ടായിരുന്നു സലീം മുഹമ്മദ്. അയാൾക്കരികിൽ പ്രമോദും കുടുംബവും എണ്ണപ്പനയിൽ നിന്ന് അറുത്തെടുത്ത കുലകൾ ലോറിയിൽ കയറ്റുന്നത് നോക്കി നിന്നു. ഈത്തപ്പഴം കണക്കെ ചുവന്ന കുരുക്കൾ ഓരോ കുലയിലും തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. 2 ലോഡുകൾ ഇതിനകം പോയി കഴിഞ്ഞു. ഇത് 3ാമത്തേതും അവസാനത്തേതുമാണ്. എങ്കിൽ ഞാൻ പോട്ടെ സാറേ. പണിക്കർ സലീമിൻ്റെ അടുത്തെത്തി. ശരി. ലോറി സ്റ്റാർട്ടായി പതുക്കെ കയറ്റം കയറിപ്പോയി. തോട്ടത്തിലുള്ള ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു പ്രമോദും കുടുംബവും. ഏറിയാൽ ഒരാഴ്ച. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് മടങ്ങാനാവും, സലീം അവരോട് പറഞ്ഞു. പ്രമോദിൻ്റെ അമ്മയും സഹോദരിയും കാര്യങ്ങൾ അറിഞ്ഞ മട്ടാണ്. അവർ തലയാട്ടി. പ്രമോദിനോട് യാത്ര പറഞ്ഞു. സലീം XUV-ൽ കയറുമ്പോൾ നേരം ശരിക്കും ഇരുട്ടി. എണ്ണപ്പനത്തോട്ടത്തിന് നടുവിലൂടെയുള്ള പ്രൈവറ്റ് റോഡ് വഴി വണ്ടി കയറ്റം കയറി തുടങ്ങി. നിറയെ മുള്ളുകളുള്ള പനയോലകൾ ഇടയ്ക്കിടെ കൂട്ടിയിട്ടിരുന്നു. XUV കയറ്റം കയറി വന്ന് മെയിൻ റോഡിലേക്ക് മുൻചക്രങ്ങൾ കയറി. അടുത്ത നിമിഷം ചീറിപ്പാഞ്ഞു വന്ന ഒരു ടിപ്പർ ലോറി വെട്ടിത്തിരിഞ്ഞു. അതിന്റെ വെളിച്ചം XUV-യുടെ ഡ്രൈവറുടെ കണ്ണിൽ പുളഞ്ഞിറങ്ങി. അപകടം ബോധ്യമായ അയാൾ വാഹനം വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ നിലവിളിച്ചു. സാർ! ഡ്രൈവറുടെ ഇടത് സീറ്റിലിരുന്ന സലീം മുഹമ്മദ് നടുക്കത്തോടെ കണ്ടു. 2 തീക്കണ്ണുകൾ തൊട്ടടുത്ത്. അയാൾ എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ഭയാനകമായ ഒരൊച്ചയിൽ കാതുകൾ കൊട്ടിയടക്കപ്പെട്ടു. XUV പിന്നോട്ട് മലർന്ന് ചെരുവിലേക്ക് മറിയുന്നതും തൻ്റെ മുഖത്തേക്കും നെഞ്ചിലേക്കും എയർബാഗ് വന്നമരുന്നതും സലീം അറിഞ്ഞു. അപ്പോഴേക്കും എണ്ണപ്പനയിൽ ചെന്നിരിച്ച XUV ചെരിഞ്ഞു വീണ്ടും മലർന്ന് താഴേക്ക് നിരങ്ങിപ്പോയി. ഡ്രൈവറുടെ നിലവിളി വണ്ടിയുടെ ഉയർന്ന ഗ്ലാസുകൾക്കുള്ളിൽ അമർന്നു.
XUV എണ്ണപ്പന തോട്ടത്തിലൂടെ കയറ്റം കയറുന്നു നോക്കി പഴയ കെട്ടിടത്തിന്റെ മുറ്റത്ത് നിൽക്കുകയായിരുന്നു പ്രമോദ്. അതിന്റെ ഹെഡ്ലൈറ്റുകളുടെ വെളിച്ചം പനകളെ തഴുകുന്നതും പിന്നിലെ ചുവന്ന വട്ടം അവയിൽ പ്രതിഫലിക്കുന്നതും അവൻ കണ്ടു. അമ്മയും സഹോദരിയും വീടിനുള്ളിലേക്ക് കയറിപ്പോയിരുന്നു. വെളിയിൽ നിൽക്കാതെ എങ്ങ് കയറിപ്പോരടാ, അകത്തുനിന്ന് അമ്മയുടെ ശബ്ദം. അവരുടെ ഭീതി ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് അവനറിയാം. കാരണം കിഴക്കേ കല്ലടയിലെ തങ്ങളുടെ വീട് രാത്രിയിൽ ആരോ അടിച്ചു തകർത്തത് ഒരു ബന്ധു അമ്മയെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു. പ്രമോദ് തിരിഞ്ഞു നടക്കാൻ ഭാവിക്കുകയായിരുന്നു. പൊടുന്നനെയാണ് റോഡിൽ നിന്ന് വലിയ ഒച്ച കേട്ടത്. അവൻ നോക്കുമ്പോൾ XUVയുടെ പ്രകാശം കറങ്ങി മറിയുന്നു. വെളിച്ചത്തിന്റെ വാളുകൾ കണക്കെ അത് എണ്ണപ്പനത്തോട്ടത്തിൽ വട്ടം കറങ്ങുന്നു. അമ്മേ, സലിം സാറിന് അപകടം പറ്റിയെന്ന് തോന്നുന്നു, ഞാനിപ്പം വരാം. അത്രയും വിളിച്ചു പറഞ്ഞിട്ട് മറുപടിക്ക് കാക്കാതെ പ്രമോദ് ചെമ്മൺ റോഡിലൂടെ ഓടി. പുനലൂർ ചെങ്കോട്ട റോഡിൽ വാഹനങ്ങൾ ബ്രേക്കിടുന്നത് കണ്ടു. അതിവേഗത്തിൽ ഒരു ലോറി പാഞ്ഞു പോകുന്നതും 5 മിനിറ്റോളം എടുത്തു പ്രമോദ് ഓടി അവിടെ എത്താൻ. അപ്പോഴേക്കും റോഡിൽ നിന്ന വാഹനങ്ങളിൽ നിന്നും ആരൊക്കെയോ താഴേക്കിറങ്ങി വന്നു കഴിഞ്ഞു. XUVയുടെ ഒരു ഹെഡ്ലൈറ്റ് തെളിഞ്ഞു നിൽക്കുകയാണ്. വണ്ടി മലർന്ന് താഴെ നിലയിലെ ഒരു പനയിൽ മുട്ടി നിൽക്കുന്നു. അതിന്റെ മുന്നിലെ ഇടതുവശത്തെ ഡോർ തുറക്കപ്പെട്ട നിലയിലാണ്. ആളുകൾ മൊബൈലിന്റെ വെളിച്ചം അകത്തേക്ക് തെളിച്ചു നോക്കി. കിതപ്പോടെ പ്രമോദും ശ്രദ്ധിച്ചു. സലീം സാർ ഇരുന്ന ഭാഗമാണത്. പക്ഷേ ഇപ്പോൾ അവിടെ ആരുമില്ല. കുത്തിക്കീറിയ നിലയിൽ എയർ ബാഗ് തൂങ്ങിക്കിടക്കുന്നു. എന്നാൽ ഡ്രൈവർ സീറ്റിൽ ആളുണ്ട്. എയർ ബാഗ് നെഞ്ചിലും മുഖത്തും അമർന്ന നിലയിൽ. ആളുകൾ ഡോർ തുറന്നു ഡ്രൈവറെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്. ഇയാൾ മാത്രമേ ഇതിലുള്ളൂ? ആരോ ചോദിക്കുന്നത് പ്രമോദ് കേട്ടു. അല്ല, ഒരാൾ കൂടി ഉണ്ടായിരുന്നു, പ്രമോദ് വിളിച്ചു പറഞ്ഞു. എങ്കിൽ വണ്ടി മറിഞ്ഞപ്പോൾ തെറിച്ചു പോയി കാണും. ജനം പനന്തോട്ടത്തിൽ തിരയാൻ തുടങ്ങി. എന്നാൽ സലിം മുഹമ്മദിനെ കണ്ടില്ല. പ്രമോദ് വീട്ടിലേക്ക് തിരിഞ്ഞോടി. എന്താടാ? അമ്മ പരിഭ്രമത്തോടെ മുറ്റത്ത് നിൽപ്പുണ്ടായിരുന്നു. അമ്മയുടെ ഫോൺ എന്തിയേ? മറുപടിക്ക് പകരം അവൻ ധൃതിപ്പെട്ടു. അകത്തിരിപ്പുണ്ട്. അവൻ അങ്ങോട്ടോടി. ഫോണെടുത്ത് ഇർഫാന്റെ നമ്പർ കുത്തി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലീസ് എത്തി. അവർ ഡ്രൈവറെ ആശുപത്രിയിലേക്ക് അയച്ചു. അയാൾക്ക് ബോധമില്ലായിരുന്നു. അപ്പോഴേക്കും കാറിനുള്ളിൽ ആരയിൽ നിന്ന് മുകളിൽ നിന്നും മെസ്സേജ് കിട്ടി. സലിം മുഹമ്മദിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇർഫാൻ സ്ഥലത്തെത്തി. അപ്പോഴും പോലീസ് അവിടെയുണ്ടായിരുന്നു. ഇർഫാൻ XUVക്കുള്ളിൽ പരിശോധിച്ചു. ബാപ്പയുടെ ജയ്പൂർ കാൽ അവിടെ നിന്ന് കിട്ടി. ഇർഫാന്റെ നെഞ്ചിടിപ്പേറി. ബാപ്പ ആക്രമിക്കപ്പെട്ടതായിരുന്നെന്ന് അയാൾക്ക് ഉറപ്പായി. പുനലൂർ SI ഇർഫാന്റെ മുന്നിലെത്തി. സാർ, പിന്നാലെ വന്ന വണ്ടിക്കാർ പറഞ്ഞത് ഈ വാഹനം ഒരു ടിപ്പർ ലോറിയുമായി ഇടിക്കുകയായിരുന്നു എന്നാണ്. ഒരാളെ ആരൊക്കെയോ അതിൽ താങ്ങിയെടുത്ത് കയറ്റുന്നത് കണ്ടെന്നും അവർ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചിട്ട് പുനലൂരെ ഒരു ഹോസ്പിറ്റലിലും ആക്സിഡന്റിൽപ്പെട്ട ആരെയും എത്തിച്ചിട്ടില്ല. ഇർഫാന്റെ തലച്ചോറിൽ ഒരുപാട് കരിന്തേളുകൾ പുളഞ്ഞു കുത്തിക്കൊണ്ടിരുന്നു. ഇതൊരു സാധാരണ ആക്സിഡന്റ് അല്ല, പ്ലാന്റ് അറ്റാക്കാ. എൻ്റെ ബാപ്പ. ഇർഫാന്റെ പല്ലുകൾ ഞെരിഞ്ഞപരന്ത് SI കണ്ടു. രാത്രി 1 മണി. ഇർഫാൻ കൊട്ടാരക്കരയിൽ മടങ്ങിയെത്തി. ശശാങ്കനാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ശശാങ്കന്റെ ബാറിന് മുന്നിൽ ഇർഫാൻ ജീപ്പ് നിർത്തി. അതിന്റെ ഗേറ്റ് അടച്ചിരുന്നു. അയാൾ ഹോൺ മുഴക്കി. ക്യാബിനിൽ നിന്ന് വാച്ചർ ഇറങ്ങി വന്നു. ഇങ്ങോട്ട് വാടാ, ഇർഫാൻ വിളിച്ചു. സംശയത്തോടെ വിക്കറ്റ് ഗേറ്റ് തുറന്ന് വാച്ചർ ജീപ്പിനടുത്തെത്തി. എന്താ സാറേ? ശശാങ്കന്റെ ഒരു മാനേജറുണ്ടല്ലോ, വിക്രം, അയാൾ ഇവിടെയുണ്ടോ? പോയല്ലോ സാർ. എവിടെയാ അയാളുടെ വീട്? പുത്തൂരാണ് സാർ. തനിക്ക് വീടറിയാമോ? അറിയാം. എങ്കിൽ കയറ്. അപ്പോൾ ഇവിടെ? അയാൾ പരിങ്ങി. നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോയി ലോക്കപ്പിലിടാം. എന്താ? ഇർഫാന്റെ ഭാവം മാറി. വേണ്ട സാർ, ഞാൻ വരാം. അയാൾ പെട്ടെന്ന് ജീപ്പിൽ കയറി. വെട്ടിത്തിരിഞ്ഞ് ജീപ്പ് പുത്തൂർക്ക് പാഞ്ഞു. പുത്തൂർ ജംഗ്ഷൻ പിന്നിട്ടു. ഇടത്തേക്ക് വാച്ചർ അറിയിച്ചു. 3 മിനിറ്റ് നേരത്തെ യാത്ര. ദാ ആ കാണുന്ന വീട് സാറേ. അകലെ വെച്ച് ഒരു ഇരുനില വീടിന് നേർക്ക് വാച്ചർ കൈ ചൂണ്ടി. ഇർഫാൻ ജീപ്പിന്റെ വേഗം കുറച്ചു. ആ നിമിഷം വിക്രമിന്റെ വീടിന്റെ ഗേറ്റ് തുറക്കപ്പെട്ടു. ഒരു റേഞ്ച് റോവർ ഇറങ്ങി വലത്തേക്ക് തിരിഞ്ഞു പോവുകയും ചെയ്തു. അതിൽ അയാളാണോ? ഇർഫാൻ വാച്ചർ നോക്കി. അറിയില്ല സാർ, പക്ഷേ ഇന്ന് വിക്രം സാർ ബാറിൽ വന്നത് ആ വണ്ടിയിലായിരുന്നു. ഇർഫാൻ കനപ്പിച്ചൊന്ന് മൂളി. പിന്നെ ആക്സിലേറ്റർ ഞെരിച്ചു. പക്ഷേ റേഞ്ച് റോവറിന് ഒപ്പമെത്താൻ സർക്കാർ ജീപ്പിന് കഴിയില്ലായിരുന്നു. എങ്കിലും ഒരകലം വിട്ട് ഇർഫാൻ മുഹമ്മദ് ആ വണ്ടിയെ പിന്തുടർന്നു. 4-5 കിലോമീറ്റർ പിന്നിട്ടു. പെട്ടെന്ന് റേഞ്ച് റോവർ വലത്തേക്ക് തിരിഞ്ഞ് അപ്രത്യക്ഷമായി. അത് ശശാങ്കൻ മുതലാളിയുടെ വർക്ക്ഷോപ്പാ, വാച്ചർ മന്ത്രിച്ചു. സ്വന്തം വണ്ടികൾ മാത്രം പണിയുന്ന വർക്ക്ഷോപ്പ്. ഇർഫാൻ ജീപ്പ് ഒതുക്കി. താൻ ഇതിൽ തന്നെ ഇരുന്നോണം. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ തൻ്റെ വീട്ടുകാരെ മുഴുവൻ ഞാൻ ലോക്കപ്പിലിട്ടിരിക്കും. ഇവിടെ ഇരിക്കാൻ സാറേ, വാച്ചറുടെ ശബ്ദം വിറച്ചു. തൻ്റെ കയ്യിൽ ഫോണുണ്ടോ? ഇർഫാൻ തിരക്കി. ഉണ്ട് സാർ. ഇങ്ങ് തന്നെ. വാച്ചർ അതെടുത്ത് നൽകി. ഇർഫാൻ അതഴിച്ച് ബാറ്ററി എടുത്ത് പോക്കറ്റിലിട്ടു. തൽക്കാലം താൻ ആരെയും വിളിക്കാതിരിക്കാനാ. ഫോൺ അയാൾക്ക് മടക്കി നൽകി. എന്നിട്ട് കരുതലോടെ ഇരുട്ടിലേക്ക് ഇറങ്ങി നടന്നു. ആ നിമിഷം ഇർഫാന്റെ ഫോൺ ഇരമ്പി. എടുത്തു നോക്കിയപ്പോൾ അപരിചിതമായ നമ്പർ. സംശയത്തോടെ കാതിൽ ചേർത്തു. ഇർഫാൻ മുഹമ്മദ് അല്ലേടാ? അപ്പുറത്തുനിന്ന് ചിരിയോടെയുള്ള ചോദ്യം. CIക്ക് പൊടുന്നനെ ആ ശബ്ദം മനസ്സിലായി. ശശാങ്കൻ. എങ്കിലും അജ്ഞത നടിച്ചു. മനസ്സ് ജാഗരൂകമായി. അതെ, ആരാ? നിന്റെ ഒരു പരിചയക്കാരനാടാ പോത്തെ. ബാപ്പയെ കാണഞ്ഞ് കാലിവന്ന നായ പോലെ നീ ഓടി നടക്കുകയാവും. എനിക്കറിയാം. എങ്കിൽ കേട്ടോടാ, ഞാൻ ശശാങ്കനാടാ. ഓടനാവട്ടം ശശാങ്കൻ. ഒന്ന് നിർത്തി. അപ്പുറത്തു നിന്നും പിന്നെയും സ്വരം കേട്ടു. എനിക്ക് വേണ്ടി ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയല്ലേ നിന്റെ പോലീസ്. നിന്റെ മൂക്കിന് കീഴെ തന്നെ ഞാനുണ്ടടാ, മീശയ്ക്കുള്ളിൽ.
പിടിക്കാമെങ്കിൽ പിടിക്കണ പുല്ലേ. എടാ, ഇർഫാൻ്റെ നിയന്ത്രണം നഷ്ടമായി. അതേടാ, നിന്റെ ബാപ്പയിലെ ആ ഒറ്റക്കാല പട്ടി, അവനിപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഇഞ്ചിഞ്ചായി ചതയ്ക്കാൻ പോകുവാനാൻ. എന്നിട്ട് നാളെ രാവിലെ ഏതെങ്കിലും കലിങ്ങിൻ്റെ പുറത്ത് അവൻ്റെ തല ഞാൻ പൊതു ദർശനത്തിൽ വയ്ക്കും. എൻ്റെ മോനെ കൊന്നതിനും ആ പിള്ളേരെ സഹായിച്ചതിനുമുള്ള സമ്മാനം. നിനക്ക് അവനെ രക്ഷിക്കാമെങ്കിൽ അങ്ങ് ചെയ്യടാ. ഇർഫാൻ മുഹമ്മദിൻ്റെ ഞരമ്പുകൾ വല്ലാതെ വലിഞ്ഞു മുറുകി. വീണ്ടും ശശാങ്കൻ്റെ സ്വരം കേട്ടു. അല്ലെങ്കിൽ നിന്റെ തന്തയുടെ പ്രാണൻ മാത്രം ബാക്കിയാക്കി ഞാൻ തിരിച്ചു തരാം. അതിന് നീ വരണം എൻ്റെ മുന്നിൽ. ഞാൻ വരാം, ഇർഫാൻ സമ്മതിച്ചു. അങ്ങനെ ചുമ്മാതങ്ങ് പറഞ്ഞാൽ പോരല്ലോ. എൻ്റെ പിള്ളേർ വന്നോളും നിന്നെ കയറ്റിക്കൊണ്ട് പോരാൻ. സമയവും സ്ഥലവുമൊക്കെ ഞാൻ പറഞ്ഞു തരും. അതുവരെ നീ നിന്റെ വീട്ടിൽ ചുമ്മാതിരുന്നോണം. ഇനി ഒരു നിമിഷം പോലും നിന്റെ ബാപ്പയെക്കുറിച്ച് അന്വേഷിച്ചുകൂടാ. ഇർഫാൻ്റെ പുരികം ചുളിഞ്ഞു. എനിക്ക് ബാപ്പയുമായി സംസാരിക്കണം. അതൊന്നും നടക്കത്തില്ല കുട്ടാ. അവനിപ്പോൾ വലിയ നിലയിലായിരിക്കുകയാ. പിന്നീട് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടും മുമ്പ് ശശാങ്കൻ കോൾ മുറിച്ചു. ആ നേരത്തെ വർക്ക്ഷോപ്പിനുള്ളിൽ 6 പേരുണ്ടായിരുന്നു. മാനേജർ വിക്രമിൻ്റെ കാർ ഗേറ്റ് കടന്നുവിടാൻ ഒരാൾ ഗേറ്റ് അകത്തുനിന്ന് അടച്ചു ലോക്കിട്ടു. കാറിൽ നിന്നിറങ്ങിയ വിക്രം അകത്തേക്ക് ചെന്നു. ഒരു വലിയ വർക്ക്ഷോപ്പായിരുന്നു അത്. 4-5 ടിപ്പർ ലോറികൾ അവിടെ പണിക്ക് കയറ്റിയിരുന്നു. നല്ല ഉയരത്തിൽ വാർക്ക് തൂണുകൾക്ക് മുകളിൽ ആസ്പെറ്റോസ് ഷീറ്റുകൾ പാകിയിട്ടുണ്ട്. ചുറ്റും വാഴത്തോട്ടം, ഏതാണ്ട് 5 ഏക്കറോളം വരുന്ന പുരയിടം, അതിനായി ചുറ്റി കനത്ത മതിൽ. വിക്രം ചെന്നപ്പോൾ മറ്റുള്ളവർ അടുത്തെത്തി. ആ ഭാഗത്ത് വെളിച്ചമുണ്ടായിരുന്നില്ല. അയാൾ എന്തിയെ? വിക്രം അവരോട് തിരക്കി. അകത്തുണ്ട് സാറുവാ. അവർ അയാളെയും കുട്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയി. അവിടെ ഒരു ട്യൂബ് ലൈറ്റ് കത്തി നിന്നിരുന്നു. ദാ നോക്കൂ സാറേ, അവർ കൈ ചൂണ്ടി. വിക്രം കണ്ടു വർക്ക്ഷോപ്പിൻ്റെ മേൽക്കൂരയിൽ തലക്കീഴായി ഒറ്റക്കാലിൽ തൂങ്ങിക്കിടക്കുന്ന സലീം മുഹമ്മദ്. അയാളുടെ കാലിൽ കെട്ടിയ ചങ്ങലയുടെ അടുത്ത അകരം ഒരു ടിപ്പറിൻ്റെ ബമ്പറിൽ ബന്ധിച്ചിരിക്കുകയാണ്. വിക്രം ആ രംഗങ്ങൾ മൊബൈലിൽ പകർത്തി ആർക്കോ വാട്സപ്പിൽ സെൻഡ് ചെയ്തു. തറയിലെ ഒരു ഭാഗത്ത് 6 അടി നീളമുള്ള ഒരു ശവപ്പെട്ടി ഇരിക്കുന്നത് അയാൾ കണ്ടു. ഇത് എവിടെ നിന്ന് വാങ്ങിയത്? അടൂരിൽ നിന്ന്. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിക്രമിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. വിക്രം അതിലേക്ക് നോക്കി. വീഡിയോ കോളിംഗ്. ഡിസ്പ്ലേയിൽ ശശാങ്കൻ്റെ മുഖം. വിക്രം, എനിക്ക് കാണണം നിങ്ങൾ ആ കിഴവൻ പട്ടിയെ തല്ലിച്ചതയ്ക്കുന്നത്. പിന്നെ തൽക്കാലം ഇർഫാൻ ഇനി അന്വേഷണത്തിന് മുതിരില്ല. അതിന് വേണ്ടതൊക്കെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കോള് പ്രതീക്ഷിച്ച് അവനിരുന്നോളും. പക്ഷേ നാളെ രാവിലെ അവൻ കാണേണ്ടത് അവൻ്റെ തന്തയുടെ വികൃത ജഡമായിരിക്കണം. ശരി മുതലാളി. വിക്രം തിരിഞ്ഞ് അവിടെയുണ്ടായിരുന്നവർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകി. ഒരാൾ ടിപ്പറിൻ്റെ ബമ്പറിൽ നിന്ന് ചങ്ങല അഴിച്ചു. സലീം മുഹമ്മദിൻ്റെ ശരീരം താണു വന്നു. കൈകൾ വായുവിൽ വീശി അയാൾ അസ്പഷ്ടമായി എന്തോ പുലമ്പുന്നുണ്ടായിരുന്നു. അയാളുടെ ശരീരം തറയിൽ നിന്ന് 4 അടി ഉയരത്തിലെത്തിയപ്പോൾ ചങ്ങല വീണ്ടും കെട്ടി നിർത്തി. വിക്രം ഫോൺ സ്പീക്കറിലിട്ടുകൊണ്ട് സലീമിൻ്റെ മുഖത്തിന് അഭിമുഖമായി പിടിച്ചു. സലീം കണ്ണുകൾ ചിമ്മി തുറന്നു നോക്കി. ആ കാഴ്ച കണ്ട ശശാങ്കൻ അട്ടഹസിച്ചു. നീ എൻ്റെ മോനെ കൊന്നു. ആ പിള്ളേർക്ക് കൂട്ടുനിന്ന് എൻ്റെ സാമ്രാജ്യം തകർക്കാൻ ശ്രമിച്ചു. നിന്നെ ഇഞ്ചുനാര് കണക്കെ കൊല്ലാൻ പോവുകയാണിപ്പോൾ. നിന്റെ മോൻ വലിയ പോലീസല്ലേടാ. കഴിയുമെങ്കിൽ വന്ന് രക്ഷിക്കാൻ പറയടാ. സലീം അപ്പോഴും പതറിയില്ല. തലക്കീഴായി കിടന്നതിനാൽ ഞരമ്പുകളിലെ ചോര അത്രയും തലയിലേക്ക് ഊരി കൂടിയതുപോലെ അയാൾക്ക് തോന്നി. അയാൾ പറഞ്ഞു, മറിഞ്ഞിരിക്കാതെ മുന്നിൽ വാട ശശാങ്ക. നിനക്കിനി രക്ഷയില്ല. ഒന്നുകിൽ എൻ്റെ മോൻ, അല്ലെങ്കിൽ ആ കുട്ടികൾ. 2 കൂട്ടരിൽ ആരെങ്കിലും നിന്നെ കൊല്ലും, അതുറപ്പ്. പിന്നെ എൻ്റെ കാര്യം. സലീം മുഹമ്മദ് ഒന്ന് ചിരിച്ചു. ജീവിച്ച് കൊതി തീർന്നവനാണ് ഞാൻ. നിന്റെ ഈ നായ്ക്കൾക്ക് എൻ്റെ ശരീരത്തെ ചതക്കാൻ പറ്റിയേക്കും. പക്ഷേ മനസ്സിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ നിന്റെ തന്ത വേറെ ജനിച്ചുവെന്ന് നിനക്ക് 10 വട്ടം ജന്മം തരണവടാ. എടാ കിഴവാ. ശശാങ്കൻ്റെ ഗർജനം ഫോണിലൂടെ കേട്ടു. വിക്രം, കേട്ടില്ല അവൻ്റെ അഹങ്കാരം? ചതക്കടാ. വിക്രം ഗുണ്ടകൾക്ക് തലക്കൊണ്ട് ഒരു സിഗ്നൽ നൽകി. അവർ ജാക്കി ലിവറുകളുമായി ചുറ്റും നിരന്നു. പിന്നെ അടി തുടങ്ങി. സലീമിൻ്റെ അലർച്ച വർക്ക്ഷോപ്പിനെ കിടിലം കൊള്ളിച്ചു. അയാളുടെ അസ്ഥികൾ ഒടിയുന്ന ഒച്ച. ശരീരത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ചോര നരച്ച താടിയിലൂടെ താഴേക്കിറ്റു. ചുറ്റും നടന്ന് ആ കാഴ്ചകൾ ഫോണിൽ പകർത്തി ശശാങ്കനെ കാണിക്കുകയായിരുന്നു വിക്രം. അടുത്ത നിമിഷം വർക്ക്ഷോപ്പിനെ നടുക്കിക്കൊണ്ട് ഒരു വെടിശബ്ദമുയർന്നു. ഞെട്ടിപ്പോയ വിക്രമിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി തറയിൽ കമിഴ്ന്നു വീണു. ഗുണ്ടകൾ വെട്ടിത്തിരിഞ്ഞു. തങ്ങളിൽ ആർക്കും വെടികൊണ്ടിട്ടില്ല. പൊടുന്നനെ മുകളിൽ നിന്ന് ആസ്പെറ്റോസ് ഷീറ്റിൻ്റെ ചില ഭാഗങ്ങൾ അവർക്ക് പിന്നിൽ അടർന്നു വീണു പൊട്ടിയിളക്കി. ഏവരും ഭീതിയോടെ ആ ഭാഗത്തെ ഇരുട്ടിലേക്ക് നോക്കി. ആ സെക്കൻഡിൽ ഒരാൾ വെളിച്ചത്തിലേക്ക് പറന്നു വന്നു. ഇർഫാൻ മുഹമ്മദ്. വിക്രമിന് പൂർത്തിയാക്കാൻ കഴിയും മുമ്പ് നെഞ്ചിൽ ഊക്കോടെ ചവിട്ടേറ്റു. അയാൾ വേച്ചു ചെന്ന് ടിപ്പറിൻ്റെ ബബ്ബറിൽ ഇടിച്ചു വീണു. ജാക്കി ലിവറുകളുമായി ഗുണ്ടകൾ മുന്നോട്ടാഞ്ഞു. വേണ്ട, ഇർഫാൻ അലറി. നിന്നെയെല്ലാം കുഴിച്ചു മൂടി ഞാൻ. ഇവിടെ തന്നെ. അയാൾ പിസ്റ്റൾ അവർക്ക് നേരെ ചൂണ്ടി. ഗുണ്ടകളൊന്ന് അറച്ചു. ഇർഫാൻ വിക്രമിൻ്റെ അടുത്തേക്ക് നീങ്ങി. അയാളുടെ തലമുടിയിൽ കുത്തിപ്പിടിച്ചുയർത്തി മുഖം തുരുത്തുരെ 4-5 തവണ ടിപ്പറിൻ്റെ ബമ്പറിൽ ചേർത്തിടിച്ചു. വിക്രമിൻ്റെ നിലവിളി ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു. അയാളുടെ മുഖം ചുവന്ന പെയിൻ്റ് അടിച്ചതുപോലെയായി. ഇർഫാൻ അയാളുടെ തല ബമ്പറിൽ അമർത്തി ചവിട്ടിപ്പിടിച്ചു. പിന്നെ കഴുത്തിൽ പിസ്റ്റളിൻ്റെ ബാരൽ കുത്തി അമർത്തി. വിക്രം കൈക്കാലടിച്ച് പിടഞ്ഞുകൊണ്ടിരുന്നു. ഇവനെ ഞാൻ കൊല്ലണോ അതോ നിങ്ങൾ എൻ്റെ ബാബയെ അഴിച്ചിറക്കുന്നോ? അയാൾ ഗുണ്ടകളെ നോക്കി. പറയുന്നത് പോലെ തന്നെ ഇർഫാൻ ചെയ്യുമെന്ന് ആ ഭാവത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി. അവർ ചങ്ങല അഴിച്ച് പതുക്കെ താഴ്ത്തി. സലീം കൈകൾ തറയിൽ കുത്തി.
അവർ അയാളുടെ കാലിൽ നിന്ന് ചങ്ങല അഴിച്ചു മാറ്റി. പക്ഷേ സലിമിന് എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിയവൻ ഒരു വിസിലടിച്ചതും തിരിഞ്ഞോടി. മറ്റുള്ളവർ തൊട്ടു പിന്നാലെ. അവർ ഇരുളിൽ മറഞ്ഞു. ഇർഫാൻ വിക്രമനെ വീണ്ടും വലിച്ചുയർത്തി ടിപ്പറിനോട് ചേർത്തു. എന്നിട്ട് കാൽമുട്ടുമടക്കി അടിവയറ്റിൽ ആഞ്ഞാഞ്ഞടിച്ചു. വിക്രമിന്റെ തുറന്ന വായിലൂടെ കൊഴുത്ത ചോര താടിയിലേക്ക് ഒലിച്ചിറങ്ങി. എന്നെ കൊല്ലല്ലേ സാറേ! രോദനമായി ഒരു ശബ്ദം അയാളിൽ നിന്ന് പുറത്തു വന്നു. കൊല്ലുന്നതും കൊല്ലിക്കുന്നതുമൊക്കെ നിന്റെയൊക്കെ പണിയല്ലടാ. ഇർഫാൻ പല്ലുകടിച്ചു. എൻ്റെ ബാപ്പ, അദ്ദേഹം എനിക്ക് ദൈവമാണടാ. ബാപ്പയെ ഈ രൂപത്തിലാക്കാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ച അവനെയാണടാ എനിക്ക് വേണ്ടത്. ശശാങ്കനെ പറഞ്ഞോ വേഗം. എവിടെയുണ്ട് അവനിപ്പോൾ? വിക്രം ഒന്ന് പരിങ്ങി. അവനു വേണ്ടി മരിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്ക് വേറെ വഴിയില്ല. ഇർഫാൻ പിസ്റ്റൾ അയാളുടെ വലതു കണ്ണിൽ കുത്തി. നിനക്കുള്ള സമയം തീർന്നു. വിക്രം പിടഞ്ഞു. ഞാൻ പറയാം സാർ. എങ്കിൽ പറ. മുതലാളി കോഴിക്കോട്ടാണ്. ഇർഫാന്റെ ഉള്ളിലൊരു മിന്നൽ പുളഞ്ഞു. അവിടെ എന്തിനു പോയി? ആ കാവേരിയും മകളെയും പിടിക്കാൻ. ഇർഫാൻ ഒന്ന് ഉലഞ്ഞു. കൃത്യമായിട്ട് പറയടാ, കോഴിക്കോട്ട് എവിടെ? അവിടെ കരിങ്കണ്ടുപാറയിലെ ഒരു റിസോർട്ടിൽ. ഒരു ദാദിലിന്റെ. ഇർഫാൻ മുഹമ്മദിന് അപകടത്തിന്റെ ചൂരടിച്ചു. അവർ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്നു. ധനുഷും ഋഷികേശും ഒക്കെ അപകടത്തിലാണ്. പെട്ടെന്ന് ഇർഫാൻ വിക്രമിനെ തറയിലേക്ക് തള്ളിയിട്ടു. അവിടെ കമിഴ്ന്നു കിടന്നിരുന്ന ഒരു ഫോൺ കണ്ണിലൊടുക്കി. അതെടുത്ത് നോക്കി. കട്ടായ നിലയിലാണ്. അയാൾ അത് ടിപ്പറിലേക്ക് ആഞ്ഞെറിഞ്ഞു. ഫോൺ ചിതറിപ്പോയി. തിടുക്കത്തിൽ ഇർഫാൻ തന്റെ ബാബയെ കെട്ടിയിരുന്ന ചങ്ങലയുടെ അഗ്രമെടുത്ത് വിക്രമിന്റെ കാലുകളിൽ കെട്ടി. എന്നിട്ട് വലിച്ചുയർത്തി. വേണ്ട സാറേ! വിക്രം നിലവിളിച്ചു. അതയാൾ ചെവി കൊണ്ടില്ല. ചങ്ങലയുടെ രണ്ടാമത്തെ അഗ്രം ടിപ്പറിൽ മുറുക്കി. കൈകൾ വീശി മുകളിൽ വിക്രം ആടിക്കൊണ്ടിരുന്നു. ബാപ്പ! ഇർഫാൻ സലിമിനെ കൈകളിൽ കോരിയെടുത്തു. അപ്പോൾ സ്വബോധമുണ്ടായതുപോലെ അയാൾ കണ്ണു തുറന്നു. എനിക്കൊന്നുമില്ലടാ. ഇതൊന്നും സാരമില്ല. നീ ആ കുട്ടികളോട് വിവരം പറ. അയാളുടെ നാവിൽ നിന്ന് കൊഴിഞ്ഞ ശബ്ദം പുറത്തു വന്നു. അസഹ്യമായ വേദനയ്ക്കിടയിലും സലിം ചിരിക്കാൻ ശ്രമിച്ചു. ബാപ്പയെ തോളിലിട്ടുകൊണ്ട് വെളിയിലേക്ക് നടക്കുന്നതിനിടയിൽ ഇർഫാൻ സെൽഫോൺ എടുത്തു. കക്കയം. രാത്രിയുടെ നിശബ്ദതയിൽ കാവേരിയുടെ ഫോൺ ശബ്ദിച്ചു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് അവർ അതെടുത്തു നോക്കി. ഇർഫാൻ കോളിംഗ്. ഈ നേരത്ത് അവർ ഫോണുമായി ചെന്ന് മക്കളെ വിളിച്ചുണർത്തി. എടാ, ഇർഫാൻ സാറാ. ഋഷികേശ് ചാടി എഴുന്നേറ്റു. ഫോൺ വാങ്ങി അറ്റൻഡ് ചെയ്തു. അവന്റെ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നി. ശരി സാർ, ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം. അത്രയും പറഞ്ഞിട്ട് പെട്ടെന്ന് കട്ട് ചെയ്തു. എന്താടാ? കാവേരിയും ധനുഷും ഒന്നിച്ചു തിരക്കി. അവൻ കാര്യം പറഞ്ഞു. ധനുഷ് പിടഞ്ഞെഴുന്നേറ്റു. ഋഷി, അവർ രണ്ടുപേരും നമ്മളെ ഒന്നിച്ച് ആക്രമിക്കാനാവും പദ്ധതി. കരിങ്കണ്ടൽ പാറയിലെ ട്രീ ഹൗസിൽ അവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചെല്ലണം. മോനെ! കാവേരി എന്തോ പറയാനഞ്ഞു. ധനുഷ് കൈ ഉയർത്തി. അമ്മ ഭയപ്പെടേണ്ട. കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ദക്ഷിണയും അവിടേക്ക് വന്നു. ധനുഷ് ഋഷികേശിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി തിടുക്കത്തിൽ ഡ്രൈവർ രാമചന്ദ്രനെ വിളിച്ചു. ചേട്ട, പെട്ടെന്ന് ഇന്നോവമായി ഇങ്ങോട്ട് വരണം. പിന്നെ തങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് വന്ന ടെമ്പോ വാനിന്റെ ഡ്രൈവറെയും വിളിച്ചുണർത്തി. ആ സമയം കരിങ്കണ്ടൽ പാറയിലെ AC ഏറുമാടത്തിൽ ദാദിലിന്റെയും ശശാങ്കന്റെയും ഒപ്പം SI രാജസാനുണ്ടായിരുന്നു. ദാദിൽ 2000-ന്റെ 5 കെട്ടുകൾ രാജസാനിന്റെ കൈവളയിലേക്ക് വെച്ചു കൊടുത്തു. ഇതൊരു ടോക്കൺ അഡ്വാൻസ് മാത്രം സാറേ. ഒന്നിലും ഇടപെടാതിരിക്കാൻ. രാജസാനൻ ചുളിഞ്ഞ നെറ്റിയോടെ നോട്ടുകെട്ടുകൾ വിടർത്തി നോക്കി. ഒറിജിനൽ തന്നെ സാറേ, ദാദിൽ പറഞ്ഞു. രാജസാന്റെ മുഖം വിളറി. അപ്പോൾ നാളെ രാത്രിയിലല്ലേ? ഞാൻ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരിക്കും. രാജസാനൻ എഴുന്നേറ്റു. ഏറുമാടത്തിന്റെ വാതിൽ തുറന്ന് ഗുണ്ടകൾക്കിടയിലൂടെ ഇറങ്ങിപ്പോയി. ദാദിലും എഴുന്നേറ്റു. നേരം വെളുക്കാറായി. ഇന്ന് ശരിക്കുറങ്ങണം. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ പ്രത്യക്ഷ എനിക്ക് ദക്ഷിണ അങ്കിളിന്. നമ്മൾ എല്ലാത്തിനെയും കക്കയം ഡാമിലേക്ക് കൊണ്ടുപോകും. ആ ധനുഷിനെയും ഋഷികേശിനെയും രാജനെ കൊന്നുതള്ളി എന്ന് പറയപ്പെടുന്ന ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ നിക്ഷേപിക്കും. ഒരിക്കലും ശവങ്ങൾ പോലും കണ്ടെത്താതിരിക്കാൻ. ദാദിൽ ചിരിച്ചു. അതെ. സന്തോഷത്തോടെ എഴുന്നേറ്റ് ശശാങ്കൻ അവന് കൈ കൊടുത്തു. ദാദിലും പോയി. ശശാങ്കൻ ഒരു വട്ടം കൂടി സെൽഫോണിൽ വിക്രമനെ വിളിച്ചു. സ്വിച്ച് ഓഫ്. ഛേ! അയാൾ ഫോൺ കിടക്കയിലേക്ക് ഇട്ടു. ദാദിലിന്റെ ഒരു ഫോണാണ് ഇപ്പോൾ ശശാങ്കൻ ഉപയോഗിക്കുന്നത്. അടുത്ത ദിവസത്തെ പദ്ധതികൾ ഒന്നുകൂടി മനസ്സിൽ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ശശാങ്കന് കട്ടിലേക്ക് ചാഞ്ഞു. ഗുണ്ടകളിൽ 2 പേർ ട്രീ ഹൗസിന്റെ വാതിൽക്കൽ കാവലുണ്ട്. ബാക്കിയുള്ളവർ താഴത്തെ പനയോല കുടിലുകളിലാണ്. 1 മണിക്കൂർ കഴിഞ്ഞു. പെട്ടെന്നൊരു ശബ്ദം. വീണ്ടും അതുപോലെ ഒരൊച്ച കൂടി. അവർ പുറത്തു വന്ന് നോക്കി. ചിലർ തങ്ങളുടെ വാഹനങ്ങളുടെ ഗ്ലാസുകൾ തല്ലി തകർക്കുന്നു. ആരാടത്? ആയുധങ്ങൾ വലിച്ചെടുത്ത് അലറിക്കൊണ്ട് അവർ അവിടേക്ക് ഓടി. ട്രീ ഹൗസിന്റെ വാതിൽക്കൽ കാവലുണ്ടായിരുന്നവരും ചാടിയനിട്ട് പുറത്തേക്ക് കുതിച്ചു. അപ്പോൾ ഏറുമാടം വല്ലാതെ കുലുങ്ങി. ശശാങ്കൻ ഞെട്ടി ഉണർന്നു. ഏറുമാടത്തിന്റെ കുലുക്കം നിലച്ചു. തന്റെ ആളുകൾ താഴേക്ക് പോയതായിരിക്കുമെന്ന് മാത്രം അയാൾ ഓർത്തു. AC ഏറുമാടമായതിനാൽ പുറത്തെ ബഹളമൊന്നും അകത്ത് കേട്ടതുമില്ല. രാത്രിയിൽ നന്നായി മദ്യപിക്കുന്നതുകൊണ്ട് അയാൾക്ക് എഴുന്നേൽക്കാനും തോന്നിയില്ല. ശശാങ്കൻ വീണ്ടും പുതപ്പ് വലിച്ച് തലവഴി മൂടി. തങ്ങളുടെ വാഹനങ്ങൾക്ക് അരികിലേക്ക് ഓടിയെത്തിയ ഗുണ്ടകൾ കണ്ടു. ഗ്ലാസുകൾ തല്ലി തകർത്തിട്ട് 2 പേർ ഓടുന്നു. നിൽക്കടാ അവിടെ! അവർ ഓടുവരെ പിന്നാലെ ഓടി. അപ്പോൾ കുറച്ചു മുന്നിൽ ഒരു വാഹനം സ്റ്റാർട്ടായി പാഞ്ഞുപോയി. എടുക്കടാ വണ്ടി! അവന്മാരെ വിടരുത്! ആരോ അലറി. ഒരാൾ ഡസ്റ്റർ കാർ സ്റ്റാർട്ട് ചെയ്തു ഗേറ്റിൽ കൊണ്ടു നിർത്തി. മറ്റുള്ളവർ ചാടിക്കയറി. നേരത്തെ വാഹനം പോയ വഴിയെ അതും കുതിച്ചു. ഗ്ലാസ് ഇല്ലാത്തതിനാൽ കാറ്റ് മുഖത്തേക്ക് അടിച്ചു കയറി.
വഴിയരികിൽ ഒരു ടെമ്പോ വാൻ കിടക്കുന്നത് കണ്ടെങ്കിലും ആ നേരത്ത് അത് കാര്യമാക്കിയില്ല. വാനിന്റെ മറവിൽ നിന്ന് ധനുഷും ഋഷികേശും പുറത്തു വന്നു. ഋഷികേശ് ഡ്രൈവറോട് പറഞ്ഞു, ഇനി ചേട്ടൻ വണ്ടി കുറച്ച് മുന്നോട്ട് നീക്കിയിട്ടേര്, ഞങ്ങൾ കഴിവതും വേഗത്തിൽ വരും. പിന്നെ ചുറ്റുപാടും ശ്രദ്ധിച്ചുകൊണ്ട് ഇരുവരും ഗേറ്റ് കടന്ന് ട്രീ ഹൗസിന് നേർക്ക് നടന്നു. വണ്ടികളുടെ ഗ്ലാസുകൾ തല്ലി തകർത്തിട്ട് അവർ ഓടിപ്പോയി വാനിന് പിന്നിൽ ഒളിക്കുകയായിരുന്നു. നേരത്തെ തീരുമാനിച്ച പ്രകാരം ഡ്രൈവർ രാമചന്ദ്രൻ ഗേറ്റിൽ നിന്ന് നോക്കിയാൽ കാണത്തക്ക വിധത്തിൽ ഇന്നോവ നിർത്തിയിട്ടിരുന്നു. അതിന്റെ പിന്നാലെ ഗുണ്ടകൾ പോയിക്കൊള്ളുമെന്ന് അവർക്കറിയാം. ഈ നാട്ടിലെ വഴികൾ മുഴുവൻ പരിചിതമായ രാമചന്ദ്രൻ ചേട്ടന്റെ അടുത്തെത്താൻ അവന്മാർക്ക് കഴിയില്ല. നേരെ വെളുക്കുവോളം ചുറ്റിത്തിരിഞ്ഞോളും. ധനുഷ് ഋഷികേശിനെ നോക്കി ചിരിച്ചു. ഋഷികേശിന്റെ തോളിൽ ഒരു ബാഗുണ്ടായിരുന്നു. ഇരുവരുടെയും കൈകളിൽ ഗ്ലൗസും. ഇരുമ്പുകോവണി കുലുങ്ങാതെ അവർ ഏറുമാടത്തിൽ കയറി വാതിലിന്റെ ഹാൻഡിൽ തിരിച്ചു. അത് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ധനുഷ് വാതിലിൽ തട്ടി, മുതലാളി ഒന്ന് എണീറ്റേ. എന്താടാ? അകത്തുനിന്ന് അസ്വസ്ഥതയോടുള്ള ചോദ്യം കേട്ടു. ഏച്ചിയുടെ നേരിയ മൂളലും. നമ്മുടെ വണ്ടികൾ ആരോ തല്ലിപ്പൊളിച്ചു. എങ്കിലത് അവന്മാരായിരിക്കും. ശബ്ദം കുറച്ചുകൂടി ഉച്ചത്തിലായി. ആ തന്തയില്ലാത്ത പിള്ളേര്. ഏറുപാടം ഒന്നനങ്ങി. ശശാങ്കൻ എഴുന്നേറ്റെന്ന് ഉറപ്പായി. അകത്ത് ലൈറ്റ് തെളിഞ്ഞു. ധനുഷും ഋഷികേശും വാതിലിന് ഇരുപുറത്തും കരുതലോടെ നിന്നു. എന്നിട്ട് അവന്മാരെന്തിയടാ ചോദിച്ചുകൊണ്ട് ശശാങ്കൻ വാതിൽ തുറന്നു. അടുത്ത നിമിഷം ധനുഷും ഋഷികേശും ഒരേ വേഗത്തിൽ കൈ ചുരുട്ടിയിടിച്ചു. ശശാങ്കന്റെ മുഖമടച്ച്. അമ്മേ! അർദ്ധവിലാപത്തോടെ ശശാങ്കൻ മലർന്നു വീണു. ഏറുമാടം ഉറപ്പിച്ചിരുന്ന കവുങ്ങുകൾ ഉൾപ്പെടെ കുലുങ്ങി. ഋഷികേശും ധനുഷും അകത്തേക്ക് പാഞ്ഞു കയറി. ശശാങ്കന് എഴുന്നേൽക്കാൻ കഴിയും മുമ്പ് ധനുഷ് അയാളുടെ നെഞ്ചിൽ തുടരെ വെട്ടി. ഋഷികേശ് വാതിലടച്ച് ബോൾട്ട് ചെയ്തു. ശശാങ്കന് പ്രതികരിക്കാൻ കഴിയാത്ത വേഗത്തിലായിരുന്നു കുട്ടികളുടെ നീക്കങ്ങൾ. അവരെ തിരിച്ചറിഞ്ഞതും ശശാങ്കൻ കിടുങ്ങിപ്പോയി. എന്തോ അലറിക്കൊണ്ട് അയാൾ ചാടി എഴുന്നേൽക്കാനാഞ്ഞു. കഴിഞ്ഞില്ല. ധനുഷ് ഷൂസ് ധരിച്ച കാൽ കൊണ്ട് അയാളുടെ വായടക്കം ഒറ്റച്ചവിട്ട്. ശശാങ്കന്റെ പല്ലുകൾ വായിലേക്ക് അടർന്നു. തലയ്ക്ക് വെട്ടേറ്റ മുതലേ പോലെ അയാൾ അവിടെ കിടന്നു പിടഞ്ഞു. തന്റെ ഗുണ്ടകൾക്ക് എന്ത് പറ്റിയെന്ന് പകയോടെ ഓർത്തു. ശശാങ്ക, നീയും ദാദിലും കൂടി ഞങ്ങളെ കെണിവെച്ച് പിടിക്കാൻ ഒരുങ്ങുകയായിരുന്നു അല്ലേ? ഋഷികേശ് അയാളുടെ ഒരു കാലിൽ പിടിച്ച് വെട്ടിത്തിരിച്ചു. വായിൽ നിറഞ്ഞ ചോരയും പല്ലുകളും തുപ്പിക്കളഞ്ഞുകൊണ്ട് ശശാങ്കൻ വിലപിച്ചു. കൊല്ലരുത്. ഇല്ലടാ, നിനക്ക് ഉമ്മ തന്ന് ഞങ്ങളുടെ കൂടെ പൊറപ്പിക്കാം. ഋഷികേശ് കടപ്പല്ലമർത്തി. ഞാനൊന്ന് എഴുന്നേറ്റോട്ടെ? വേണ്ട. ഋഷികേശ് ഒറ്റക്കൈയിൽ അയാളുടെ കാൽ പിടിച്ചുകൊണ്ട് തോളിൽ കിടന്ന ബാഗ് കട്ടിലേക്ക് ഇട്ടു. പിന്നെ അതിൽ നിന്ന് ഏതാനും പ്ലാസ്റ്റിക് ചരടുകൾ വലിച്ചെടുത്തു. ധനുഷിനും കൂടി ഇട്ടുകൊടുത്തു. തുടർന്ന് ശശാങ്കന്റെ ഒരു കൈയും കാലും കട്ടിലിന്റെ കാലുകളിൽ കെട്ടിമുറുക്കി. ശേഷിച്ച കൈകാലുകൾ കൊണ്ട് അയാൾ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആദ്യത്തെ തങ്ങളുടെ നീക്കം കൃത്യമല്ലായിരുന്നെങ്കിൽ ശശാങ്കൻ തങ്ങളെ കൊന്നേനെ എന്ന് കുട്ടികൾക്ക് തോന്നി. ഋഷികേശ് അയാളുടെ സ്വതന്ത്രമായ കാലിനും ധനുഷ് കയ്യിലും ചവിട്ടിപ്പിടിച്ചു. രക്ഷിക്കണേ! അവസാനം ശശാങ്കൻ അലറി. ആ ശബ്ദം അങ്ങ് താഴ്വരയിൽ വരെ പ്രതിധ്വനിച്ചു. ഇനി ഇവനെ ഇങ്ങനെ വിഷമിപ്പിക്കേണ്ട ധനുഷേ. മാത്രമല്ല നമുക്കും സമയം കുറവാണ്, ഋഷികേശ് ഓർമ്മിപ്പിച്ചു. ധനുഷ് ബാഗിൽ നിന്ന് ഒരു സ്റ്റാപ്ലർ എടുത്തു. ശശാങ്കന്റെ കയ്യിൽ നിന്ന് കാൽ മാറ്റാതെ തന്നെ അവൻ അയാളുടെ ചുണ്ടുകൾ ചേർത്ത് ഇരുവശത്തും ഈ 2 പിന്നുകൾ അമർത്തി. വേദന കൊണ്ട് ശശാങ്കൻ വെട്ടിപ്പിടഞ്ഞു. അണ്ണാക്ക് മുഴുവൻ തൊന്നാലല്ലേ നീ അലറൂ? അത് വേണ്ട. നിന്നെ രക്ഷിക്കാൻ ഒരുത്തനും ഇങ്ങോട്ട് വരത്തില്ല ശശാങ്ക. നിന്റെ കാവൽപ്പട്ടികൾ ഇപ്പോൾ ഈ നാട് മുഴുവൻ വണ്ടി ഓടിച്ച് പഠിക്കുകയാ. ധനുഷ് ചിരിച്ചു. ശശാങ്കനൊന്നും മനസ്സിലായില്ല. പകുതി മാത്രം തുറക്കാൻ കഴിയുന്ന അയാളുടെ വായിലൂടെ ഒരു ശബ്ദം മാത്രം പുറത്തു ചാടി. നിങ്ങൾ എന്നെ കൊല്ലാതിരുന്നാൽ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഋഷികേശിന്റെ മുഖത്തൊരു പുച്ഛഭാവം വന്നു. അവൻ ചീറി. നീ എന്ത് തരാനാടാ പുല്ലേ? ഞങ്ങളുടെ അച്ഛനെ തരുമോ? മുത്തച്ഛനെ തരുമോ? വൈഷ്ണവിന് തരുമോ? നീ കൊന്നു കുഴിച്ചു മുടിയവരെ മുഴുവൻ ജീവനോടെ തരുമോ? ഒന്നുമില്ലല്ലോ. പിന്നെ നിനക്ക് തരാൻ കഴിയുന്നത് എന്താടാ നായേ? അവന്റെ നിശ്വാസത്തിന് വേഗമേറി. ശബ്ദത്തിന് തീ പിടിച്ചു. നീ തരും. സ്വർണവും പണവും ആ സ്വത്തുക്കളും അല്ലേ? അതെ. ശശാങ്കന് പ്രത്യാശ തോന്നി. അയാൾ തലയാട്ടി. എന്റെ സമ്പാദ്യം മുഴുവൻ. എന്നെ ജീവിക്കാൻ മാത്രം വിട്ടാൽ മതി. ഹൂ! ആർക്കു വേണത്? ധനുഷ് തല കുടഞ്ഞു. ശശാങ്ക, ഇപ്പോഴെങ്കിലും നീ ഓർക്കണ്ടേ ഒരു കാര്യമുണ്ട്. ആർക്കു വേണ്ടിയാടാ നീ ഇങ്ങനെ കൊന്നും കൊല്ലിച്ചും ചതിച്ചും സമ്പാദിച്ചത്? 1-2 തലമുറയ്ക്ക് ജീവിക്കാൻ എന്തിനാടാ ഇത്രയധികം പണം? ഈ പണത്തിനോ പ്രതാപത്തിനോ നിന്റെ ആയുസ് നീട്ടിത്തരാൻ പറ്റുമോടാ? ശശാങ്കൻ മിണ്ടിയില്ല. എടാ, ചോദിക്കുന്നതിന് വ്യക്തമായ ഉത്തരം പറയണം. ഋഷികേശ് അയാളുടെ നാഭിയിൽ ഒറ്റപ്പെടുത്തം. പറയടാ, നിന്റെ ആയുസ് കൂടുമോ? ഇല്ലേ? ശശാങ്കൻ തനിക്ക് കഴിയുന്നത്ര ഒച്ചയുയർത്തി. പ്ലാസ്റ്റർ പിൻ തറച്ചിരുന്നതിനാൽ പക്ഷെ ശബ്ദം വേണ്ടത്ര രീതിയിൽ വന്നില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് നിനക്കുണ്ടായോടാ? ധനുഷ് തിരക്കി. ഉണ്ടായി. നിന്നെ പോലെയുള്ള ഓരോരുത്തർമാർക്കും തിരിച്ചറിവുണ്ടാകുന്നത് ഇത്ര നേരത്താടാ. അന്ത്യനിമിഷങ്ങളിൽ അതുണ്ടായിട്ടും പിന്നെ എന്തു കാര്യം? തീയിൽ ചാടിയിട്ട് വേണ്ടായിരുന്നെന്ന് കരുതിയാൽ ശരീരം പൊള്ളാതിരിക്കുമോടാ? ഇല്ല. ശശാങ്കൻ വിക്കി. അതേ അവസ്ഥയാണ് നിനക്കും ഉണ്ടായത്. അനുഭവിക്കാൻ ഒരു അനന്തരാവകാശി പോലുമില്ലല്ലോടാ. ഇനി അവനെ ഞങ്ങൾ കൊന്നില്ലായിരുന്നെങ്കിൽ അവനെയും ആരെങ്കിലും ഇതുപോലെ ഒരു സമയത്ത് തീർത്തേനെ. അതാടാ ലോകം. അർഹതയില്ലാത്തത് വാരിക്കൂട്ടി മക്കൾക്ക് വേണ്ടി വെച്ചാൽ പോലും അവന്മാരെ തല തിരിഞ്ഞു പോകും. മേലനങ്ങാതെ കിട്ടിയ പണം കൊണ്ട് കുടിച്ചും വ്യഭിചരിച്ചും നശിച്ചു കുത്തുപാളയെടുക്കും. ശശാങ്ക കണ്ണുകൾ ഇറുക്കിയടച്ചു. എടാ, ധനുഷ് അയാളുടെ കവളത്ത് തട്ടി. നീ എത്ര പേരെ കൊന്നിട്ടുണ്ടാവും? അറിയില്ല. എന്നാലും 10, 50
അതോ അതിൽ കൂടുതലോ? കണക്കറിയത്തില്ല. ശശാങ്കന്റെ നാവ് കുഴഞ്ഞു. നീ കൊന്നൊടുക്കിയവർക്കും കുടുംബങ്ങളുണ്ടായിരുന്നില്ലേ? അതൊക്കെ അനാഥമാക്കിയില്ലേ നീ? അവരൊക്കെയും നിന്റെ മരണം ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് മോനെ ശശാങ്ക, മയക്കുമരുന്നുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവൻ കൊല്ലാക്കൊല ചെയ്യിച്ചുകൊണ്ടിരുന്ന നിനക്ക് ഇനിയും ജീവിക്കാൻ ഒരവസരം വേണോടാ? വേണം, ശശാങ്കൻ യാചിച്ചു. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യാം? ഇനിയുള്ള കാലം ഭിക്ഷയെടുത്ത് ജീവിച്ചോളാം. അല്ലെങ്കിൽ അനാഥർക്കു വേണ്ടി ഒരു ആശ്രമം ഉണ്ടാക്കി. അയാൾ പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല ധനുഷ്. കൈവീശി കരണത്ത് ഒരെണ്ണം കൂടി പൊട്ടിച്ചു. അങ്ങനെ അനാഥാലയങ്ങൾ ഉണ്ടാക്കിയും സന്യാസ ജീവിതം നയിക്കുന്നുവെന്ന പേരിൽ വ്യഭിചരിച്ചും ജീവിക്കുന്നവരുണ്ടടാ ഈ നാട്ടിൽ ഒരുപാട്. പിന്നീട് മന്ത്രിമാരും പോലീസുകാരും ഒക്കെ വന്ന് കാല് തൊട്ട് വന്നിച്ചോളുമല്ലോ. ഒരുത്തന് പിന്നെ നിന്നെയൊന്നും തൊടത്തില്ലല്ലോ. വേണ്ട ശശാങ്ക, അത് വേണ്ട. ഒരു തരത്തിലും ജീവിക്കാൻ അർഹനല്ല നീ, ഒരു കൃമിയായിട്ട് പോലും. അതുകൊണ്ട് നിന്റെ ഗുണ്ടാപ്പട നാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു മടങ്ങി വരും മുമ്പ് ഞങ്ങൾക്കൊരു മഹത്തായ കർമ്മം ചെയ്തേ പറ്റൂ. ഒരു കോടതിയും വിധിക്കാത്ത ശിക്ഷ. ഇനി ഇവന് മരണശിക്ഷ. ധനുഷും ഋഷികേശും എഴുന്നേറ്റു മുറി മുഴുവൻ പരിശോധിച്ചു. തലയിണയുടെ അടിയിൽ നിന്ന് ശശാങ്കന്റെ പിസ്റ്റൾ കിട്ടി. കട്ടിൽ നിന്ന് സെൽഫോണും. ഋഷികേശ് സെൽഫോണിൽ 100-ലേക്ക് വിളിച്ചു. അപ്പുറത്ത് കോൾ അറ്റൻഡ് ചെയ്തു. പോലീസ് കൺട്രോൾ റൂം. നിങ്ങളാരാ? എവിടുന്നാ? അവിടെ നിന്ന് ചോദ്യം. ഇത് കോഴിക്കോട്ട് കരിങ്കൽപ്പാറയിലെ ട്രീ ഹൗസിൽ നിന്ന് ദാദില വിളിക്കുന്നത്. എൻ്റെ മുന്നിൽ ഒരു പട്ടിയുണ്ട്, ഒരു ശശാങ്കൻ. അങ്ങ് കൊല്ലത്തോ മറ്റോ ഉള്ളതാ. എന്നെയും എൻ്റെ അച്ഛനെയും പോലീസ് പിടിക്കാൻ കാരണക്കാരനായ ഇവനെ ഞാൻ കൊല്ലുകയാ. അവൻ പറഞ്ഞു നിർത്തിയതും ധനുഷ് നിറയൊഴിച്ചു ശശാങ്കന്റെ നെഞ്ചിലേക്ക് 3 തവണ. ആ വെടിവെച്ചുകൾ അവിടെ നടുക്കം തീർത്തു. ഋഷികേശ് ഫോൺ തറയിലേക്ക് ശക്തിയിലെറിഞ്ഞു. അത് ചിതറിത്തെറിച്ചു. ഇനി സമയം കളയരുത് ധനുഷേ. അവൻ പെട്ടെന്ന് തങ്ങൾ കൊണ്ടുവന്ന ചുറ്റികയും പ്ലെയറും അടക്കം എല്ലാം ബാഗിലാക്കി. പിന്നെ ഒരു കവർ മുളകുപൊടിയും ഉണക്കമീൻ എടുത്ത് മുറിയാകെ വിതറി. പോലീസ് ഡോഗ് മണം പിടിച്ച് പിന്നാലെ വരാതിരിക്കാൻ. തുടർന്ന് പുറത്തു വന്നു. ഇങ്ങോട്ട് വന്ന വഴി മടങ്ങുന്നതിന് പകരം ടെമ്പോ വാൻ ഊരോളി വഴിയാണ് പോയത്. തോണിക്കടവ് ഡാമിൽ അവർ തങ്ങളുടെ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ വാരിയെറിയുകയും ബാഗും കയറുകളും അവിടെ ഇട്ട് കത്തിക്കുകയും ചെയ്തു. വീട്ടിലെത്തുമ്പോൾ സിറ്റൗട്ടിൽ കടുങ്കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുന്നു ഡ്രൈവർ രാമചന്ദ്രൻ. പിന്നാലെ വന്നവന്മാരെ എന്തേ ചേട്ടാ? ധനുഷ് തിരക്കി. എൻ്റെ വണ്ടി തിരയുകയാവും. ഊടുവഴികളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. ആദ്യമൊക്കെ അവന്മാർക്ക് കാണത്തക്ക വിധത്തിൽ, പിന്നെ സ്പീഡ് എടുത്തിട്ടിങ്ങ് പോന്നു. അയാൾ പുഞ്ചിരിച്ചു. കാവേരി മക്കളെ നോക്കി. അവരുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ കാവേരിക്കെല്ലാം ബോധ്യമായി. ശശാങ്കൻ ബാക്കിയില്ല. ടെമ്പോ വാൻ അപ്പോൾ തന്നെ അവർ കൊട്ടാരക്കരയ്ക്ക് മടക്കി അയച്ചു. ആ നേരത്ത് ശശാങ്കന്റെ ഗുണ്ടകൾ ഓടിത്തളർന്നവരെ പോലെ കരിങ്കണ്ടം പാറയിൽ മടങ്ങിയെത്തി. ട്രീ ഹൗസിന്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ട് അവിടേക്ക് ഓടിച്ചെന്ന് അവർ മുന്നിലെ കാഴ്ച കണ്ടു നടുങ്ങി. മുതലാളി! മുറിയിൽ മത്സ്യത്തിന്റെയും മുളകിന്റെയും ഗന്ധം. ചോരയിൽ കുളിച്ച് ശശാങ്കൻ. ഇനി ഇവിടെ നിന്നാൽ നമ്മളും കുടുങ്ങും. അവർ പരസ്പരം നോക്കി. പിന്നെ സമയം കളയാതെ വണ്ടികളിൽ കയറി രക്ഷപ്പെട്ടു. പ്രഭാതം. ചെറുകണ്ടം ദിനേശിന്റെ വീട്. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ദിനേശിന്റെ മകൾ ചെന്ന് വാതിൽ തുറന്നു. മുന്നിൽ പോലീസ്. കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പലവട്ടം അവിടെ വന്നിട്ടുള്ളതിനാൽ അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ദിനേശിന്റെ ഭാര്യയും വാതിൽക്കിലേക്ക് വന്നു. എന്താ സാറേ? അവർ തിരക്കി. ദാദിലില്ലേ? പോലീസ് ഉദ്യോഗസ്ഥൻ അവരുടെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഉറങ്ങുക, വിളിക്കാം സാർ. അവർ തിരിയാൻ ഭാവിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ തടഞ്ഞു. വേണ്ട, ഞങ്ങൾ വിളിച്ചോളാം. പിന്നെ വെളുപ്പിനല്ലേ ദാദിൽ വന്നത്? അതെ. കാക്കിധാരികൾ പരസ്പരം നോക്കി തലയാട്ടി. ഉറക്കാൻ കഴിഞ്ഞില്ലേടാ? കനത്ത ചോദ്യം കേട്ടാണ് ദാദിൽ കണ്ണു തുറന്നത്. കട്ടിലിനരികിൽ പോലീസിനെ കണ്ട് അവൻ അമ്പരന്നു. സാർ! അവൻ ചാടി എഴുന്നേറ്റു. ഞങ്ങൾക്ക് ഫോൺ ചെയ്തിട്ട് നീ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുകയാ അല്ലേടാ? ഒരു ശശാങ്കനെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. ദാദിലിന് കാര്യം വ്യക്തമായില്ല. വെറുതെ ചോദിച്ചതാടാ. വിളിച്ച നമ്പർ നിന്റേത് തന്നെയാണെന്ന് ഞങ്ങൾ ട്രേസ് ചെയ്തതാ. എന്നാൽ നമുക്ക് പോയേക്കാം. പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ കൈക്ക് പിടിച്ചു. എവിടേക്ക്? നിന്റെ തന്തയുടെ അടുത്തേക്ക്. പറഞ്ഞതും ഓഫീസറുടെ കൈ ശക്തിയോടെ അവന്റെ കവളത്ത് വീണു. പുറത്ത് എല്ലാം കണ്ടും കേട്ട് നിന്നിരുന്ന അമ്മയുടെയും സഹോദരിയുടെയും മുന്നിലൂടെ പോലീസ് സംഘം അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. 2 ആഴ്ച കഴിഞ്ഞു. ക്രിസ്മസ് ട്രീയിൽ ബൾബുകൾ തൂക്കിയിരിക്കുന്നത് പോലെ നിറയെ പഴുത്ത കായകളുമായി നിൽക്കുന്ന ജാതി മരത്തിന് ചുവട്ടിൽ ധനുഷിന്റെ നെഞ്ചോട് ചേർന്ന് പ്രത്യക്ഷ നിന്നു. അവളുടെ ഉടലിൽ നിന്ന് ഒരു ചൂട് തന്നിലേക്ക് അരിച്ചു കയറുന്നത് അവൻ അറിഞ്ഞു. ഒരു യാത്ര പറിച്ചിലായിരുന്നു അവിടെ. ഇനി എന്ന് വരും? പ്രത്യക്ഷ സങ്കടത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് മിഴികൾ നട്ടു. നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ നിനക്കൊരു ആവശ്യമുണ്ടാകുമ്പോൾ. അവൻ അവളുടെ കവളത്ത് ഒരു ഉമ്മ കൊടുത്തു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.